ഹായ് ഓൾ, വെൽക്കം ടു ടെക്ഗുരു FT യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹരിപ്രസാദ്, ഞാനാണ് നിങ്ങളുടെ ഓൺലൈൻ ട്യൂട്ടർ. ഇവിടെ നമ്മൾ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, സെർവർ ബേസ്ഡ് സർവീസസ്, അഷൂർ, AWS, M365 തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ടോപ്പിക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വിർച്വലൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇടയിൽ ഇങ്ങനൊരു ടോപ്പിക് കൺസിഡർ ചെയ്യാന്നുള്ള റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണമെങ്കിൽ, പ്രാക്ടീസ് ചെയ്യണമെങ്കിലൊക്കെ ഇപ്പോൾ മെഷീനിൽ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റം OS ഫോർമാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ലാപ്ടോപ്പ് മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം മാത്രമേ വീട്ടിലോ ഓഫീസ് ലൊക്കേഷനൊക്കെ നമുക്ക് കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്കതിന് വേറെ ആൾട്ടർനേറ്റീവ് നമ്മൾ കണ്ടേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മളിപ്പോൾ ഒരു സെഷൻ്റെ ഇടയിൽ തന്നെ നമ്മളിത് കൺസിഡർ ചെയ്യാൻ കാരണം. പിന്നെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് നെറ്റിൻ്റെ പ്രശ്നം കൊണ്ടും പിന്നെ എനിക്ക് പേഴ്സണലി ഒരു അവൈലബിലിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടും കഴിഞ്ഞ വീക്കിൽ നമ്മളെ ക്ലാസ് നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പാരലലി ബാലൻസ് ചെയ്യാം. പിന്നെ എന്തായാലും നമുക്ക് വിർച്വലൈസേഷനായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വിർച്വലൈസേഷൻ എന്താണെന്ന് അറിയണം. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ ടൂൾസ് ഉണ്ട്, ഏതൊക്കെ ടേംസ് ആൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞു വെക്കണം. കാരണം ഈ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇനി അങ്ങോട്ടുള്ള നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടതാണ്. സോ ആ ഒരു കൺസിഡറേഷനോട് കൂടിയിട്ട് ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കാരണം ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലേക്ക് വരെ എല്ലാ കാര്യത്തിലേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ടേം ആൻഡ് ഒരു ഓപ്ഷനും കൂടിയാണ് വിർച്വലൈസേഷൻ. ഓക്കെ, സോ എന്തിനാണ് നമ്മൾ വിർച്വലൈസേഷൻ പഠിക്കുന്നത്? ഇന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ മോഡേൺ കമ്പ്യൂട്ടേഴ്സും കമ്പ്യൂട്ടറൈസേഷനും IT ഫീൽഡിലും വിർച്വലൈസേഷന് അത്രയും വലിയ ഒരു റോളാണുള്ളത്. കാരണം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ക്ലൗഡ് കമ്പ്യൂട്ടിങ്, പിന്നെ നമ്മൾ പേഴ്സണൽ ഡാറ്റ സ്റ്റോറേജ്, ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമ്മൾ ഇമേജൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ്, പിന്നെ അതുപോലെ ഡിജിറ്റൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഡാറ്റ സെൻറ്റർ എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം മൈക്രോസോഫ്റ്റിൻ്റെ AWS ഒക്കെ നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം ഇതൊക്കെ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിർച്വലൈസേഷൻ പഠിക്കുന്നത്. ഇതൊക്കെ വിർച്വലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ആദ്യം വിർച്വലൈസേഷൻ എന്താണെന്നും അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവണം. ഓക്കെ, നമ്മൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സർവീസ് എങ്കിലും വിർച്വലൈസേഷൻ്റെതായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ആരും ഇന്നുണ്ടാവില്ല. കാരണം അത്രയും സ്ഥലങ്ങളിൽ ഈ വിർച്വലൈസേഷൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് വിർച്വലൈസേഷൻ്റെ ബെനഫിറ്റ്സ്? ഇപ്പം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, ഇപ്പം നിങ്ങളെ തന്നെ ഒരു കോപ്പി നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുക, നിങ്ങളും ഉണ്ട്, നിങ്ങളുടെ കോപ്പിയും കൂടെ റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നു, നിങ്ങൾ തന്നെ ബാക്കി എല്ലാ ഉറക്കവും കാര്യങ്ങളൊക്കെ, അതായത് ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ എനർജി ഉപയോഗിച്ച്, ആ കിട്ടുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ തന്നെ മൾട്ടിപ്പിൾ കോപ്പി റൺ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ ഒരു കൺസെപ്റ്റാണ് ആക്ച്വലി വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടുള്ള മെച്ചം എന്താണ് നമുക്ക്? ഇപ്പം നമ്മൾ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പേർക്ക് ഈസി ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ടൈം നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന എല്ലാ എനർജി, അപ്പോൾ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതേ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട് തന്നെ, ഇതേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർഡ്വെയറിനകത്തും നമ്മുടെ സിസ്റ്റത്തിനകത്തും വിർച്വലൈസേഷൻ കൊണ്ടുവരുന്നത്. സോ എന്താണ് വിർച്വലൈസേഷൻ? അതിനു മുമ്പ് നമുക്ക് രണ്ട് കൺസെപ്റ്റോട് നോക്കണം, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇത് നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടാവും, വീട്ടിലെ സിസ്റ്റം ഉണ്ടാവും, അതുപോലെ കയ്യിൽ ഫോൺ ഉണ്ടാവും. ഇതൊക്കെ ഹാർഡ്വെയർ ആണ്. ഒരു ഫിസിക്കൽ ഡിവൈസ് ആണ്, നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ തൊട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു ഫിസിക്കൽ ഡിവൈസസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഡിവൈസസിനെ നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയും. നമുക്ക് കൈകൊണ്ട് തൊട്ട് വെക്കാൻ പറ്റുന്ന എല്ലാത്തിനും നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയും. അപ്പം അതേപോലെ എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? ഈ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാനോ ഈ ഹാർഡ്വെയറിനകത്ത് എന്തെങ്കിലും ചില കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തെടുക്കാനോ ഉപയോഗിക്കുന്ന കോഡ്, സെറ്റ് ഓഫ് കോഡ് എന്നാണ് പറയുക. ഒരു കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ കോഡ് ചെയ്ത് വെച്ചേക്കാണ്.
കമ്പ്യൂട്ടറിനെ എങ്ങനെ വർക്ക് ചെയ്യണം, ഏത് രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറേ ഇൻസ്ട്രക്ഷൻസും പോളിസീസും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു MX പ്ലെയർ നമ്മൾ ഫോണിൻ്റെ അകത്ത് എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ MX പ്ലെയറിൻ്റെ ഡ്യൂട്ടി എന്താണ്? വീഡിയോ പ്ലേ ചെയ്യിക്കുക. അപ്പോൾ വീഡിയോ എങ്ങനെ പ്ലേ ചെയ്യണം, അതെങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കണം, ഏത് രീതിയിൽ സൗണ്ട് ഡീകോഡ് ചെയ്യണം, അതെങ്ങനെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് തരണം, എങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം, എവിടെ പോയി ഫയൽ ചെക്ക് ചെയ്യണം, അങ്ങനെ തുടങ്ങി ഒരുപാട് സെറ്റ് ഓഫ് റൂൾസ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് MX പ്ലെയർ എന്ന് പറയുന്നത്. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവുന്നുണ്ടാവും. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമുക്ക് തൊടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും, ഈ ഹാർഡ്വെയറിനെ എക്സിക്യൂട്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് കോഡ്സ് ആണ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിൽ നമുക്ക് ഹാർഡ്വെയറിനകത്ത് നമുക്ക് എന്തൊക്കെ ടേംസ് അറിയാം? പ്രോസസ്സർ ഉണ്ട്, അതായത് നമ്മളുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അവിടെ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്രോസസ്സ് ചെയ്ത് സിസ്റ്റം എടുക്കുന്നത്. റാൻഡം ആക്സസ് മെമ്മറി, റാം എന്ന് പറയുന്ന ഒരു മെമ്മറി നമ്മളെ സിസ്റ്റത്തിനകത്തുണ്ട്. ഈ മെമ്മറിയിലകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് കിട്ടേണ്ട ഡാറ്റ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഹാർഡ് ഡിസ്ക് സ്ലോ ആയിട്ട് ഡാറ്റ കൊടുക്കുകയുള്ളൂ. റാം എന്ന് പറയുന്നത് വളരെ സ്പീഡിൽ ഡാറ്റ കൊടുക്കുന്ന, ആർക്ക് കൊടുക്കുന്നതാണ്? CPU-ന്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് ആവശ്യമുള്ള ഡാറ്റ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാം യൂസ് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്കും ഡാറ്റ സ്റ്റോറേജ് ആണ്, മെമ്മറിയാണ്. പക്ഷേ അതെന്താ പ്രശ്നം? അത് സ്ലോ ആണ്, റാമിനേക്കാൾ ഒരുപാട് സ്ലോ ആണ്. അപ്പോൾ റാം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. പിന്നെ വരുന്നതാണ് റീഡ് ഓൺലി മെമ്മറി. ഇപ്പോൾ നമ്മളെ ബയോസ് ഒക്കെ ഉണ്ട് സിസ്റ്റത്തിലെ ബയോസ് എന്ന് പറയുന്നത് റീഡ് ഓൺലി ആണ്. അതിലേക്ക് നമുക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഉള്ള ഡാറ്റ നമുക്ക് ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ റീഡ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ബൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒരു കാലത്തും ആ ഡാറ്റ ചേഞ്ച് ചെയ്യണ്ട. ഇന്ന് സിസ്റ്റം എങ്ങനെ ഓൺ ആവുന്നോ, 10 കൊല്ലം കഴിഞ്ഞാലും 100 കൊല്ലം കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെയാണ് ആ സിസ്റ്റം ഓൺ ആവേണ്ടത്. സോ ഒരു ചേഞ്ചും ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ളതിന് നമുക്ക് റീഡ് ഓൺലി മെമ്മറി വയ്ക്കുന്നു. പിന്നെ മദർ ബോർഡ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്. അതിനകത്തെല്ലാം റാം, പ്രോസസ്സർ, ചിപ്പ്, കപ്പാസിറ്റേഴ്സ്, അങ്ങനെ തുടങ്ങി പല കമ്പോണൻറ്റും ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് എന്ത്? മദർ ബോർഡ്. ചിപ്സെറ്റ്, ഈ മദർ ബോർഡിലെ കാര്യങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നും എങ്ങനെ ഈ മദർ ബോർഡിന് കൃത്യമായി ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഹോൾഡ് ചെയ്യുന്ന ചിപ്പാണെന്ത്? ചിപ്സെറ്റ്. സ്റ്റോറേജ്, ഡാറ്റ സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ. റാമിനൊരു പ്രശ്നം ഉണ്ടെന്നാണ്, റാൻഡം ആക്സസ് മെമ്മറിന്ന് അതിൻ്റെ കൂടാതെ അതിനൊരു ഫീച്ചറും കൂടെ, അത് വളറ്റൈലാണ്. വളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ റാമിനകത്തുള്ള എല്ലാ ഡാറ്റയും ലോസ് ആവും. പക്ഷേ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്, സ്റ്റോറേജ് എന്ന് പറയുന്നത് നോൺ വളറ്റൈലാണ്. നിങ്ങൾ പവർ കട്ട് ചെയ്താലും, നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചാലും, 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ കണക്ട് ചെയ്താലും ആ ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. സോ അത് നോൺ വളറ്റൈലാണ്. ഇതൊക്കെയാണ് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും സോഫ്റ്റ്വെയർ ഉള്ളത്? നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ കമ്പൈലേഴ്സ്, അങ്ങനെ കുറേ നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഏതൊക്കെയാണ്? വേർഡ്, എക്സൽ, ഗൂഗിൾ ക്രോം, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് സിസ്റ്റം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതൊക്കെ ഓരോ സ്പെസിഫിക് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? സിസ്റ്റത്തിനെ റൺ ചെയ്യാനും ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്തിനുള്ളതാണ്? എന്തെങ്കിലും സ്പെസിഫിക് ആവശ്യങ്ങൾക്ക് റൺ ചെയ്തിട്ട് അത് ആവശ്യമുണ്ടോ, നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ടാസ്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി വിർച്വലൈസേഷൻ? ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ഒരു കോമ്പിനേഷനാണ് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്തൊക്കെ വേണം? ഒരു CPU വേണം, ഒരു റാം വേണം, ഒരു മദർ ബോർഡ് വേണം, ഒരു ഹാർഡ് ഡിസ്ക് വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാം. ഇതേപോലെ നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാണ്? ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ വേറെ കോപ്പികളെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള എനർജിയാണ് അവർക്ക് കിട്ടുന്നത്. ആ രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു സെറ്റപ്പ് ആയിരിക്കും അല്ലേ? അപ്പം അതേ രീതിയിൽ നമുക്ക് സിസ്റ്റത്തിനകത്ത് ഒരു സിസ്റ്റം, ഒരു ഹാർഡ് ഡിസ്ക്, ഒരു റാം, ഒരു CPU, ഒരു മെമ്മറി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു സിസ്റ്റമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഹൈ കപ്പാസിറ്റി ഉള്ള ഒരു ഹാർഡ്വെയറിനകത്ത് നമുക്ക് ഒരുപാട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പം നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെഷീൻ അതിനകത്ത് നിന്ന് കിട്ടുക, ഒരുപാട് കമ്പ്യൂട്ടർ നമുക്ക് അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മളൊരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഇപ്പോൾ യൂസർ നെയിം ഓൺ ആക്കുമ്പോൾ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും, നമ്മൾ ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെ വരുന്നു, എങ്ങനെ ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ വിട്ടേക്കാം തൽക്കാലം. അതിൻ്റെ ഡീറ്റെയിൽഡ് കൺസെപ്റ്റ് നമുക്ക് തൽക്കാലം വിടാം.
ജസ്റ്റ് ഒന്ന് ഡയറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കിയേ. ഇപ്പോൾ നമ്മൾ ഓൺ ആക്കുന്നു, അപ്പോൾ നമുക്കൊരു ലോഗിൻ പേജ് വരുന്നു, നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിക്കുന്നു, ലോഗിൻ ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പോൾ ഒരു ഹാർഡ്വെയറിനകത്ത് അങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ കൺസെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്, വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അവിടെ അങ്ങനെ ഒരു കാര്യം ഇല്ല, ഒരു ഹാർഡ്വെയർ സിസ്റ്റമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, വിർച്വലായിട്ട് കമ്പ്യൂട്ടേഴ്സിനെയോ സിസ്റ്റത്തിനെയൊക്കെ ലാപ്ടോപ്പ് പോലുള്ള സിസ്റ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാണ്, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണെന്ത്, വിർച്വലൈസേഷൻ. ഇത് തന്നെ 2 ടൈപ്പ് വിർച്വലൈസേഷൻ ഉണ്ട്. ടൈപ്പ് 1 ഹൈപ്പർവൈസർ ഉണ്ട്, ടൈപ്പ് 2 ഹൈപ്പർവൈസർ. ഹൈപ്പർവൈസർ എന്നുള്ളത് വിർച്വലൈസേഷൻ ചെയ്യുന്ന മെഷീനെ പറയുന്ന പേരാണ് ഹൈപ്പർവൈസർ. ഏത് ഹാർഡ്വെയർ മെഷീനകത്താണോ നമ്മൾ വിർച്വലൈസേഷൻ എനേബിൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ ഹാർഡ്വെയർ മെഷീനെ പറയുന്ന പേരാണ് എന്ത്, ഹൈപ്പർവൈസർ. അപ്പോൾ ഒരു ഹാർഡ്വെയർ മെഷീനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 രീതിയിൽ വിർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. അതിലെ ഫസ്റ്റ് മെത്തേഡാണെന്ത്, ടൈപ്പ് 1. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാർഡ്വെയർ സിസ്റ്റം ഉണ്ടാവും. ആക്ച്വലി ഹൈപ്പർവൈസർ നമുക്ക് ആ ഹാർഡ്വെയർ PC അല്ല, വിർച്വലൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് ഹൈപ്പർവൈസർ. സോറി, ഇത് എൻ്റെ അടുത്തൊന്ന് മിസ്റ്റേക്കാണ്. അപ്പോൾ ഹാർഡ്വെയർ നമുക്കൊരു ടൈപ്പ് 1 ഹൈപ്പർവൈസർ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര ആലോചിക്കുക, നമുക്കൊരു ഹാർഡ്വെയർ സിസ്റ്റം ഉണ്ട്, അതിനകത്ത് നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അത് ഫ്രഷ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളും മദർ ബോർഡും പ്രോസസ്സറും ഒക്കെ വാങ്ങി നമ്മൾ ഇപ്പോൾ ബിൽഡ് ചെയ്ത് വെച്ചൊരു ഹാർഡ്വെയർ സിസ്റ്റം നിങ്ങൾ വിചാരിക്കുക. അതിനകത്ത് നമ്മളൊരു ഹൈപ്പർവൈസർ നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് നമുക്ക് വിർച്വലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഹാർഡ്വെയറിനകത്ത് ഒരുപാട് സിസ്റ്റം, വിർച്വലായിട്ട് ഒരുപാട് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ആ ഹാർഡ്വെയറിനകത്ത് ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പകരം ആ സോഫ്റ്റ്വെയർ നമ്മൾ അതിനകത്ത് ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എന്നിട്ട് നമ്മൾ അതിനകത്ത് മൾട്ടിപ്പിൾ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിനെയാണ് ടൈപ്പ് 1 ഹൈപ്പർവൈസർ എന്ന് പറയുക. ഇതിനെ ബെയർ മെറ്റൽ എന്നും പറയും. നേരിട്ട് ഹാർഡ്വെയറിനകത്ത് വിർച്വൽ മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഹൈപ്പർവൈസേഴ്സിനെ ബെയർ മെറ്റൽ ഹൈപ്പർവൈസർ എന്ന് പറയും, അല്ലെങ്കിൽ ടൈപ്പ് 1 ഹൈപ്പർവൈസർ എന്ന് പറയും. ബെയർ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഹാർഡ്വെയറുമായി ഇന്ററാക്ട് ചെയ്യുന്ന. അപ്പോൾ ഈ ഹൈപ്പർവൈസറിന്, ഈ ടൈപ്പ് 1 ഹൈപ്പർവൈസറിന് ഒരു ഫീച്ചർ ഉണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് ഹാർഡ്വെയറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മളൊരു VM ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിർച്വൽ മെഷീൻസ് ഹാർഡ്വെയറുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, വിർച്വൽ മെഷീൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ആപ്പ് 1 ആപ്പ് 2 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ആണ്. ഈ ഒരു ബ്ലൂ സ്ക്വയർ ആണ് ഒരു VM, അടുത്ത ഒരു ബ്ലൂ സ്ക്വയർ ആണ് 2 VM. അപ്പോൾ നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഹാർഡ്വെയർ ഉപയോഗിച്ച് യൂഷ്വലി നമുക്ക് ഒരു സിസ്റ്റമേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹൈപ്പർവൈസറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 2 VM ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 മെഷീൻസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വേണമെങ്കിൽ വിൻഡോസ് 10 ഫസ്റ്റ് VMനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിർച്വൽ മെഷീനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാം. രണ്ടാമത്തെ വിർച്വൽ മെഷീനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലിനക്സ് അല്ലെങ്കിൽ ഒരു ഉബണ്ടു, റെഡ് ഹാറ്റ്, അങ്ങനെയുള്ള എന്ത് കാര്യം വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൽ 10 ഒന്നിൽ 11 ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്നീ വിൻഡോസ് 10 ഒന്നിനകത്ത് വിൻഡോസ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹാർഡ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ സിസ്റ്റം റൺ ചെയ്യാൻ പറ്റും. അതിനൊരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ ഹാർഡ്വെയറിന് 2 സിസ്റ്റത്തിനെ റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് ബെയർ മെറ്റൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന രണ്ടാമത്തെ ഒരു ടൈപ്പ് ഹൈപ്പർവൈസർ ആണ് ഹോസ്റ്റഡ് ഹൈപ്പർവൈസർ. അപ്പോൾ അവിടെ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ഉണ്ടാവും. ഹാർഡ്വെയറിനകത്ത് നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസോ ലിനക്സോ എന്തെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യും. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൈപ്പർവൈസർ കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ഹൈപ്പർവൈസറിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, അഗെയിൻ VMs ക്രിയേറ്റ് ചെയ്യും. VM എന്ന് പറയുന്നത് വിർച്വൽ മെഷീൻ എന്നാണ്. ഹാർഡ്വെയർ ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ്, ഫോണൊക്കെ ഫിസിക്കൽ മെഷീനാണ്, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഒരു സിസ്റ്റത്തിന്റെ മുഴുവൻ ഫംഗ്ഷനും ചെയ്യും നമ്മൾ ഇങ്ങനെ ഹൈപ്പർവൈസറിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റം. അതിനെ വിർച്വൽ മെഷീൻ എന്ന് പറയും, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് VM എന്ന് പറയും. VM, വിർച്വൽ മെഷീൻ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണത് VM എന്ന് പറയുന്നത്, ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമുക്കിപ്പം ടൈപ്പ് 2 ഹൈപ്പർവൈസർ അല്ലെങ്കിൽ ഹോസ്റ്റഡ് ഹൈപ്പർവൈസേഴ്സിനകത്ത് ഈ VMs എങ്ങനെയാണ് ഹാർഡ്വെയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക,
ഇവിടെ VM ആദ്യം ഹൈപ്പർവൈസർ സോഫ്റ്റ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഹൈപ്പർവൈസർ സോഫ്റ്റ്വെയർ OS ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. OS ആണ് എന്ത് ചെയ്യുക, ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചുകൂടെ ബെറ്റർ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് 1 ആണ്, അല്ലെങ്കിൽ ബെയർ മെറ്റൽ ആണ്. കാരണം നേരിട്ട് ഹാർഡ്വെയർ ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും കൂടുതൽ. ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ഡീഗ്രഡേഷൻ എവിടെ ഉണ്ടാവും, ഹോസ്റ്റഡ് വിർച്വലൈസേഷനകത്ത് ഉണ്ടാവും. ഇത്രയും കാര്യം ഇപ്പം VM നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ്, ഫിസിക്കൽ മിഷൻ, വിർച്വൽ മിഷൻ. ഫിസിക്കലി ഒരു ഹാർഡ്വെയറിനകത്ത് നമ്മൾ നേരിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, ഫിസിക്കൽ മിഷൻ എന്ന് പറയും. ഒരു ഹൈപ്പർവൈസറിനകത്ത് അതിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ VM എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ 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 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, 2 ടൈപ്പ് ഹൈപ്പർവൈസേഴ്സ് ഉണ്ട്. ബെയർ മെറ്റൽ ഹൈപ്പർവൈസർ, ഹോസ്റ്റഡ് ഹൈപ്പർവൈസർ. ബെയർ മെറ്റൽ ഹൈപ്പർവൈസറിന്റെ എക്സാമ്പിൾ ആണെന്ത്, VMwareന്റെ ESXi ഹൈപ്പർ-V എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ പ്ലാറ്റ്ഫോം ആണ്. Xen അതുപോലെ തന്നെ KVM, ഇത് രണ്ടും ലിനക്സിനകത്ത് വരുന്നതാണ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇപ്പം വിർച്വൽ ബോക്സ് വേറെ, ബെയർ മെറ്റൽ അത് വരില്ല. ഇത്രയും ഇതിൽ അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഇനിയും വരുന്നുണ്ട്. ഒറാക്കിളിന്റെ ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ബെയർ മെറ്റലിനകത്ത്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് വിർച്വലൈസേഷൻ പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതുപോലെ തന്നെ ടൈപ്പ് 2 വിർച്വൽ ഹൈപ്പർവൈസേഴ്സ് ആണ് എന്ത്, ഹോസ്റ്റഡ് ഹൈപ്പർവൈസേഴ്സ്. അപ്പൊ ഇവിടെ എന്ത് വേണം, ഇവർക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഹെൽപ്പ് വേണം ഹോസ്റ്റഡ് ഹൈപ്പർവൈസേഴ്സിന്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണെന്ത്, VMware വർക്ക് സ്റ്റേഷൻ, ഒറാക്കിൾ വിർച്വൽ ബോക്സ്, QEMU അങ്ങനെ തുടങ്ങിയ ഒരുപാട് അങ്ങനെ ഹോസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി വർക്ക് ചെയ്യുന്ന ഹൈപ്പർവൈസേഴ്സും ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഹൈപ്പർവൈസേഴ്സ് അവൈലബിൾ ആണ്. ഇനി വിർച്വൽ മെഷീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, വിർച്വൽ മെഷീൻ ആ ഒരു ഹാർഡ്വെയർ മെഷീനെ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയും. അതിനകത്ത് വർക്ക് ചെയ്യുന്ന മെഷീനെ നമ്മൾ എന്ത് ചെയ്യും, VM എന്ന് പറയും, വിർച്വൽ മെഷീൻ എന്ന് പറയും. അപ്പോൾ ഹോസ്റ്റ് മെഷീൻ, വിർച്വൽ മെഷീൻ. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹാർഡ്വെയർ മെഷീനാണ്. വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആ ഹാർഡ്വെയർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പർവൈസറിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെഷീൻസ് ആണ് എന്ത്, വിർച്വൽ മെഷീൻസ്. ഇപ്പൊ വിർച്വൽ മെഷീന്റെ ഫയൽസ് എപ്പോഴും എവിടെ ആയിരിക്കും ഉണ്ടാവുക, ഹാർഡ്വെയർ മെഷീനകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ ലോഗ് ഫയൽ മിക്കവാറും .log പ്ലെയിൻ ടെക്സ്റ്റ് ഫോം ആണ്. ബൈനറി ആയിട്ട് സ്റ്റോർ ചെയ്യാം, പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. അതുപോലെ ഡിസ്ക് ഫയൽ VMDK, VHDX, VDI തുടങ്ങിയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും അതിന്റെ ഹാർഡ് ഡിസ്കിന്റെ ഫയൽ സ്റ്റോർ ചെയ്യുക. സ്നാപ്ഷോട്ട് ഫയൽസ്, സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ഒത്തിരി കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു ബാക്കപ്പ് മെത്തേഡ് ആണെന്ന് വിചാരിക്കുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ബാക്കപ്പ് ഫയൽസ് VMSD അല്ലെങ്കിൽ VMSN, AVHD, AVHDX, SAV തുടങ്ങിയിട്ടുള്ള ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുക, സ്നാപ്ഷോട്ട് ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കുക. കോൺഫിഗറേഷൻ ഫയൽസ് VMX, XML, VBox, കോൺഫിഗ് എന്നുള്ളതാണ്, തെറ്റിപ്പോയതാണ്. G അല്ല, CONF ആണ് വരിക, ടൈപ്പ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോൾ കോൺഫിഗറേഷൻ ഫയലിനകത്ത് എന്താ ഉണ്ടാവുക, ആ VMന്റെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യാം. ഒരു 1-2 പോയിന്റ് കൂടെ അഡീഷണൽ ഡിസ്കസ് ചെയ്തതിനു ശേഷം. അപ്പോൾ ഇനി സ്നാപ്ഷോട്ട് എന്താണ്? ഇപ്പോൾ നമ്മളിവിടെ കണ്ടൊരു കാര്യമാണ് സ്നാപ്ഷോട്ട്. എന്താണ് സ്നാപ്ഷോട്ട്? ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, സ്നാപ്ഷോട്ട് നമ്മൾ ആക്ച്വലി ഹാർഡ്വെയർ സിസ്റ്റത്തിനകത്തും പല സ്ഥലത്തും ഉപയോഗിക്കാറുണ്ട്. സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പം നമ്മൾ ഒരു ഹാർഡ് ഡിസ്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫയൽ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സ്നാപ്ഷോട്ട് എടുക്കുക എന്ന് പറയുന്നത് ഈ നിമിഷം, ഇപ്പം ഞാൻ ഈ ഒരു സെക്കൻഡിൽ ഞാൻ ഇപ്പം സ്നാപ്ഷോട്ട് എടുക്കുക മീൻസ് ഈ നിമിഷം ആ ഹാർഡ് ഡിസ്കിനകത്ത് അല്ലെങ്കിൽ ആ ഫയലിന്റെ സ്റ്റേറ്റ് എന്താണെന്ന് സേവ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകാം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ച്, ഇതൊരു റണ്ണിങ് ഫയലാണെന്ന് വിചാരിക്കുക. ഈ റണ്ണിങ് ഫയലിന്റെ ഇവിടെ വെച്ച് നമ്മൾ ഒരു സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്തു. അതിന് നമ്മൾ എന്ത് ചെയ്തു, സ്നാപ്ഷോട്ട് 1 എന്ന് സേവ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ റണ്ണിങ് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി. ഏതോ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ അവിടെ അത് ക്രാഷ് ആയി, ഇനി വർക്ക് ചെയ്യാത്ത കണ്ടീഷനിലായി ആ ഫയൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്നാപ്ഷോട്ടിൽ നിന്ന് ഈ എവിടെയാണോ നമ്മൾ സ്നാപ്ഷോട്ട് എടുത്തത് ആ കണ്ടീഷനിലേക്ക് ആ മെഷീനെ അല്ലെങ്കിൽ ആ ഫയലിനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതൊരു ടൈപ്പ് ഓഫ് ബാക്കപ്പ് ആണ്.
ആ വി എമ്മിൻ്റെ അല്ലെങ്കിൽ ആ ഡിസ്കിൻ്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്, സേവ് ചെയ്ത് വെക്കും. ആ ഫയലിൻ്റെ സ്റ്റേറ്റ് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണോ അത് സേവ് ചെയ്ത് വെക്കും. അപ്പം എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോവാം. ആ കണ്ടീഷൻ അവിടെ എന്ത് കണ്ടീഷനിലാണോ അവിടെ ഉണ്ടായിരുന്നത് ആ ഇതിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 100 ഫയൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 50 ഫയലും കൂടെ ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ നമ്മൾ സേവ് ചെയ്തു. ആ 50 ഫയൽ നമ്മൾ ഈ സ്നാപ്ഷോട്ട് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 50 ഫയൽ നമുക്ക് നഷ്ടപ്പെടും. കാരണം നമ്മൾ 100 ഫയൽ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ സ്നാപ്ഷോട്ട് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവിടെ ഉള്ള 100 ഫയൽസേ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ ഉള്ള എന്തൊക്കെ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും R&D വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെഷീൻ്റെ ഒരു സ്നാപ്ഷോട്ട് നിങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വി എം ക്രിയേറ്റ് ചെയ്തു, അതിനകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ വി എമ്മിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ R&D വർക്കൊക്കെ ചെയ്ത് എവിടെയോ വെച്ച് തെറ്റിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ AD ഇൻസ്റ്റാൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എവിടെയോ തെറ്റിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്നാപ്ഷോട്ടിൽ നിന്ന് ആ ഡിസ്ക് വീണ്ടും റീസ്റ്റോർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴല്ലേ നിങ്ങൾ സ്നാപ്ഷോട്ട് എടുത്തത്, ആ കണ്ടീഷനിലേക്ക് ആ സിസ്റ്റത്തിന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ അത് എളുപ്പമാവും. ഓക്കെ, ഇതാണ് സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്ക് മാത്രമല്ല, നിങ്ങൾക്ക് വി എമ്മിൻ്റെ മൊത്തത്തിൽ എടുക്കാൻ പറ്റും, ഫയലിനെ മൊത്തത്തിൽ എടുക്കാം, മൊത്തം ഹാർഡ് ഡിസ്കിനെ എടുക്കാൻ പറ്റും, മൊത്തം വി എമ്മിൻ്റെ എടുക്കാൻ പറ്റും. വി എമ്മിനെ നിങ്ങൾ മൊത്തം എടുക്കുകയാണെങ്കിൽ വി എമ്മിൻ്റെ സെറ്റിങ്സ് അടക്കം നിങ്ങൾക്ക് അവിടേക്ക് തിരിച്ച് റീസ്റ്റോർ ആവും പഴയ കണ്ടീഷനിലേക്ക്. ഡിസ്ക് ഫയൽ എന്ന് പറയാൻ കാരണം നമ്മളെ സിസ്റ്റത്തിനകത്ത് ഹാർഡ് ഡിസ്ക് ഒരു ഫിസിക്കൽ ഡിവൈസ് ആണ്, ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. പക്ഷെ വി എം എന്ന് പറയുന്നത് എന്താണ്, ഈ ഹാർഡ് ഡിസ്കിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു വിർച്വൽ മെഷീൻ ആണ്. അപ്പോൾ അതിന് എന്തുണ്ടാവില്ല, ഫിസിക്കൽ ഡിസ്ക് ഉണ്ടാവില്ല. ഫിസിക്കൽ ഡിസ്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എന്തുണ്ടാവില്ല, യൂഷ്വലി നമ്മൾ അതിന് ഫിസിക്കൽ ഡിസ്ക് ഉപയോഗിക്കാറില്ല. ഉള്ള ഡിസ്കിനകത്ത് നിന്ന് എന്ത് ചെയ്യും, ഒരു ഫയൽ നമ്മൾ VMDK അല്ലെങ്കിൽ VHDK ആയിട്ട് നമ്മളൊരു ഫയൽ, ഹാർഡ് ഡിസ്കിന്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഫയൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആ VM റൺ ചെയ്യുക. അപ്പോൾ VM ഫയൽ എവിടെ സ്റ്റോർ ചെയ്യും, ഈ VHD അല്ലെങ്കിൽ VHDX അല്ലെങ്കിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹാർഡ് ഡിസ്ക് ഫയലിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യും. ആ ഹാർഡ് ഡിസ്ക് ഫയൽ നിൽക്കുന്നത് എവിടെ ആയിരിക്കും, ഫിസിക്കൽ സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്കിനകത്തായിരിക്കും. അപ്പം അതും ഒരു വിർച്വൽ ഫയലാണ്, ഒരു വിർച്വൽ ഡിസ്ക് ആണ്. ആക്ച്വലി എന്ത് നമ്മൾ സേവ് ചെയ്യുന്നത് ഒരു ഫയലായിട്ടായിരിക്കും. അപ്പം അതേപോലെ കോൺഫിഗറേഷൻ ഫയൽ എന്ന് പറയുന്നത് ആ വി എമ്മിന് നമ്മൾ എത്ര CPU ഉള്ള ഫിസിക്കൽ സിസ്റ്റത്തിന്റെ CPUവിൽ നിന്ന് എത്ര വിർച്വൽ മെഷീൻ ഉപയോഗിക്കണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, എത്ര ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഉള്ള ഫിസിക്കൽ മെഷീൻ്റെ റാമിനകത്ത് നിന്ന് എത്ര റാം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കണം, ഈ ഒരു VM നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, എടുത്തു വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ ബയോസ് എങ്ങനെ സെറ്റ് ചെയ്യണം, എങ്ങനെ മെഷീൻ റൺ ചെയ്യണം, അങ്ങനെ കുറഞ്ഞ ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഓരോ VM ക്രിയേറ്റ് ചെയ്യുമ്പോഴും. ഇതൊക്കെ ആ കോൺഫിഗറേഷൻ ഫയലിനകത്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക, ഫിസിക്കൽ മെഷീൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എൻറ്റയർ VMs എന്താവും, നഷ്ടപ്പെടും. കാരണം അത് റൺ ചെയ്യുന്നത് ആ ഫിസിക്കൽ മെഷീൻ്റെ മുകളിലാണ്. ആ മെഷീൻ നിങ്ങൾ ഫിസിക്കൽ മെഷീൻ റീസ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ എല്ലാ VM റീസ്റ്റാർട്ട് ആവും. നിങ്ങൾ ഫിസിക്കൽ മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റി കേടായാൽ ഒരൊറ്റ VM നിങ്ങൾക്ക് കിട്ടില്ല. ഹാർഡ് ഡിസ്ക് അപ്പോൾ ഒരു ഫിസിക്കൽ മെഷീൻ കേടായി, നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിന് ഒന്നും പറ്റാതെ നിങ്ങൾ വേറൊരു ഫിസിക്കൽ മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ VMും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കാരണം ഹാർഡ് ഡിസ്കിനകത്ത് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. റാം തൽക്കാലത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി ഹാർഡ്വെയർ ഒന്നും ആ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം ഫയൽ എവിടെയാണോ ഉള്ളത്, ആ VMന്റെ ഫയൽസ്, ഈ പറയുന്ന മുഴുവൻ ഫയൽസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ VM എന്ത് ചെയ്യാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കത് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് വിർച്വലൈസേഷൻ ചെയ്യുന്നതിന്. ഓക്കെ, എന്താണ് ഒരു ഡാറ്റാ സെൻറ്റർ? നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ക്ലാസ്സിൻ്റെ പല സമയത്ത് നമ്മൾ എന്ത് ചെയ്തത്, അഷൂർ ഡാറ്റാ സെൻറ്റർ, AWS ഡാറ്റാ സെൻറ്റർ, അങ്ങനെ പല ടേംസ് നമ്മൾ ഡാറ്റാ സെൻറ്റർ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിർച്വലൈസേഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹാർഡ്വെയർ സെർവറിനകത്ത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ VM അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിസ്റ്റം സെർവേഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. വിർച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സെർവേഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പഠിച്ചു. ഇതിനെ ഒരു ബൾക്കായിട്ട് ചെയ്യുന്ന എൻറ്റിറ്റിയാണ് ഡാറ്റാ സെൻറ്റർ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു 100 കണക്കിന് ഹാർഡ്വെയർ സെർവേഴ്സ് റണ്ണ് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് റെൻറ്റിന് മെഷീൻസ് എടുക്കാൻ പറ്റുക. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ കമ്പനിക്കകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം, ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഫിസിക്കൽ ഹാർഡ്വെയറോ അതിൻ്റെ മെയിൻ്റനൻസ്, ആ ഫിസിക്കൽ ഹാർഡ്വെയറിന് വേണ്ടിയിട്ടുള്ള
ഇപ്പോൾ ഒരു സിസ്റ്റം അഡ്മിനെ വെക്കുക, അതുപോലെ തന്നെ അതിന് AC കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, നെറ്റ്വർക്കിംഗ് സെറ്റ് ചെയ്യുക, ഇതിനൊന്നും നിങ്ങൾക്ക് സമയമില്ല, താല്പര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കുറച്ച് കാലത്തേക്ക് നിങ്ങൾ സെർവർ റൺ ചെയ്യണം, നിങ്ങൾ വെബ്സൈറ്റ് റൺ ചെയ്യണം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു സെർവർ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളത് റെന്റിന് എടുക്കും. ഇതുപോലെ ഡാറ്റ സെന്റർ ബൾക്കായിട്ട് സെർവർ വാങ്ങി വെച്ച് VM ക്രിയേറ്റ് ചെയ്ത് അത് വാടകയ്ക്ക് ലീസിന് കൊടുക്കുന്ന ഒരു ടീമിനെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും, അത് റെന്റ് ഔട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു VM വാങ്ങും. ഇപ്പോൾ എനിക്ക് 2 CPU ഉള്ള 8 GB RAM ഉള്ള 50 GB ഹാർഡ് ഡിസ്ക് ഉള്ള ഒരു സിസ്റ്റം വേണം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവർ ഓക്കെ ആ സൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മെഷീൻ്റെ IP നിങ്ങൾക്ക് തരും. നിങ്ങളത് ഇവിടുന്ന് RDP ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ SSH ഉപയോഗിച്ചിട്ടോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മെഷീൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഫിസിക്കൽ മെഷീൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. ആ ഫിസിക്കൽ മെഷീനോ ആ വിർച്വൽ മെഷീനോ നിങ്ങൾ കാണുന്നുണ്ടോ? ചിലപ്പോൾ അതും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ സൈറ്റ് ഹോസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ റൺ ചെയ്യാം. ഒരു ഹാർഡ്വെയർ സെർവർ നിങ്ങൾ ഓഫീസിൽ വാങ്ങി വെച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിലേക്ക് വേണ്ട, അപ്പം നിങ്ങൾക്ക് ആ ഹാർഡ്വെയർ സെർവർ, നിങ്ങളെ സൈറ്റൊക്കെ വലുതായി ഒരുപാട് വലിയ സൈറ്റായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഹാർഡ്വെയർ സെർവറും കൂടെ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ പാരലലി അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്പം അതിനൊക്കെ നിങ്ങൾ കോസ്റ്റ് കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ഹെഡേക്ക് ഒന്നും നമുക്കൊരു ഡാറ്റ സെന്ററിൽ ഉണ്ടാകും. അപ്പോൾ ഡാറ്റ സെന്റർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന വിർച്വലൈസേഷൻ ബൾക്കായിട്ട് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി, ഒരു കമ്പനി ആയിരിക്കും. അപ്പം ഏതെങ്കിലുമൊക്കെ കമ്പനീസ് ആയിരിക്കും. നമുക്ക് ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ളതും പബ്ലിക് ആയിട്ടുള്ള ഡാറ്റ സെന്റേഴ്സും ഉണ്ട്. പബ്ലിക് ഡാറ്റ സെന്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഗൂഗിൾ ഡാറ്റ സെന്റർ, മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റ സെന്റർ ആണ് അഷൂർ. അതുപോലെ തന്നെ ആമസോണിന്റെ ഡാറ്റ സെന്റർ ആണ് AWS. അതേപോലെ തന്നെ എന്തുണ്ട്, ഒരുപാട് വേറെ ഒറാക്കിൾ ഡാറ്റ സെന്റർ ഉണ്ട്, IBMന്റെ ഡാറ്റ സെന്റർ ഉണ്ട്, ഡെൽ, HP തുടങ്ങിയ ഒരുപാട് കമ്പനികളുടെ ഡാറ്റ സെന്റർ റൺ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ പ്രൈവറ്റ് ഡാറ്റ സെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നെക്സ്റ്റ്ജൻ, അതുപോലെ തന്നെ സിഫി, പോസ്റ്റിഫ്സ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രൈവറ്റ് ഡാറ്റ സെന്റേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഡാറ്റ സെന്റർ ബൾക്കായിട്ട് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ഇപ്പം നമ്മൾ സെർവറിനകത്ത് നിങ്ങൾ അപ്പോൾ ഓക്കെ, ഈ കമ്പ്യൂട്ടർ സിസ്റ്റം എന്നുള്ള ഹെഡിങ് വിട്ടേക്ക്, അത് എന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, മുന്നേ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. ഇപ്പം ജസ്റ്റ് ഇത്രയും ആലോചിക്കുക. അപ്പം സെർവറിനകത്ത് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സെർവേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ടവർ കമ്പ്യൂട്ട് എന്നുള്ള ടൈപ്പ് ഓഫ് സെർവേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഒരു സിസ്റ്റത്തിന്റെ ബോക്സ് നിങ്ങൾ കണ്ടില്ലേ, CPU ഒക്കെ മദർ ബോർഡൊക്കെ വെക്കുന്ന ബോക്സ് കണ്ടിട്ടില്ലേ? അതേ രീതിയിലുള്ള ടവർസ് ടൈപ്പ് കമ്പ്യൂട്ടർ അവൈലബിൾ ആണ്. റാക്ക് മൗണ്ടഡ് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മളെ DVD പ്ലെയർ ഒക്കെ പോലെ ഉണ്ടാവും ഏകദേശം കണ്ട, അതിൻ്റെ ഒക്കെ ഒരു കുറച്ചുകൂടെ വലിയ സൈസിൽ വിചാരിക്കുക. ആ രീതിയിലുള്ള സെർവേഴ്സ് അവൈലബിൾ ആണ്. അതിനെ റാക്ക് മൗണ്ടഡ് സിസ്റ്റം എന്ന് പറയും. ഇതേപോലെ തന്നെ അതിന് കുറച്ചുകൂടെ ബൾക്കായിരിക്കും, നല്ല വലുതായിരിക്കും, നല്ല വീതി ഉണ്ടാവും. ഏകദേശം ഒരു സെർവർ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ വീതി വരും, ഇത്ര വീതിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ അത്യാവശ്യം നല്ല വീതിയിൽ വരുന്നതാണ് എന്ത്, റാക്ക് മൗണ്ടഡ് സിസ്റ്റം. അതിൽ തന്നെ നമുക്ക് ബ്ലേഡ് കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്. ബ്ലേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പക്ക ഒരു DVD പ്ലെയറിന്റെ സൈസ് വിചാരിക്കുക, ആ സൈസിലും സെർവേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അതിനെയൊക്കെ ബ്ലേഡ് സിസ്റ്റം എന്ന് പറയും. വളരെ ചെറുതായിരിക്കും, പക്ഷെ എല്ലാ ഈ പറഞ്ഞ വലിയ സിസ്റ്റത്തിന്റെ ഫുൾ കപ്പാസിറ്റി അതിനും ഉണ്ടാവും. പക്ഷെ ഡിപ്പെൻഡഡ് ആണ്. ചിലപ്പം വലിയ സെർവേഴ്സിന് നമുക്ക് ഒരുപാട് കപ്പാസിറ്റി, അതിനെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റും. അത്രയൊക്കെ ബ്ലേഡിൽ പറ്റില്ലെങ്കിൽ കൂടെ നമുക്കൊരു ലിമിറ്റ് വരെ ഇതിന്റെ എല്ലാ കപ്പാസിറ്റിയും ഇവിടെ റൺ ചെയ്യാൻ പറ്റും. പല ടൈപ്പ് ഓഫ് സെർവേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സെർവർ മൊത്തം ഒരു സെർവറിനെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്, നെറ്റ്വർക്ക്. ഇപ്പൊ നെറ്റ്വർക്ക് മുന്നേ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു സംഭവത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. വിർച്വൽ നെറ്റ്വർക്ക് എന്ന് പറയും. ഫിസിക്കൽ മെഷീൻ വിർച്വലൈസേഷൻ ചെയ്താൽ വിർച്വൽ മെഷീൻ ആവും. അതേപോലെ തന്നെ ഫിസിക്കൽ നെറ്റ്വർക്ക് വിർച്വലൈസേഷൻ ചെയ്താൽ അത് വിർച്വൽ നെറ്റ്വർക്ക് ആവും. ഇതും നമുക്ക് പോസിബിൾ ആണ്. സ്റ്റോറേജ്, നോർമൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് എന്ന് പറയും. വിർച്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ യൂഷ്വലി ഡിസ്ക് തന്നെ പറയാം. വിർച്വൽ ഡിസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിർച്വൽ ഡിസ്ക് യൂഷ്വലി ഉള്ളത് നോർമൽ ഉള്ളത് സാധാ ഹാർഡ്വെയർ ഡിസ്ക് ആണ്. വിർച്വലൈസേഷൻ ചെയ്താൽ അതിനെ വിർച്വൽ ഡിസ്ക് എന്ന് പറയും. മൾട്ടിപ്പിൾ ഒരുപാട് ഹാർഡ് ഡിസ്കുകൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സെർവർ ആലോചിക്കുക. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. സ്റ്റോറേജിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഡാറ്റ റിഡൻഡൻസിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റെയ്ഡ്. ഇതൊക്കെ നമുക്ക് പല രീതിയിൽ ഇതുമായി ഡിപ്പെൻഡഡ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മളിത് മിക്സഡ് ആയിട്ട് പോകുന്നൊരു കണ്ടന്റ് ആണ്. വിർച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട്
ഏരിയയിൽ അത് അപ്ലിക്കബിൾ ആണ്. ഇപ്പം എല്ലാ ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈവൻ അപ്ലിക്കേഷനകത്ത് വരെ നമുക്ക് വിർച്വലൈസേഷൻ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പിന്നെയുള്ള ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം വിർച്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പം ഇവിടെ നമുക്ക് അതുപോലെ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റെയ്ഡ്, റിഡൻഡന്റ് അറേ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക്. അതാണ് റെയ്ഡ് എന്നുള്ളതിന്റെ മീനിങ്. സോ റെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആലോചിച്ച് വെക്കുക, കുറെ ഹാർഡ് ഡിസ്കുകൾ തമ്മിൽ പല രീതിയിൽ കണക്ട് ചെയ്തിട്ട് ഡാറ്റ റിഡൻഡൻസി, സ്പീഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റെയ്ഡ്. അപ്പം റെയ്ഡ് പല ടൈപ്പ് ഉണ്ട്. JBOD, ജസ്റ്റ് ബഞ്ച് ഓഫ് കണക്റ്റഡ് ഡിസ്ക് ആണ് JBOD എന്ന് പറയുന്നത്. അതായത് ചുമ്മാ നമ്മൾ കുറെ ഹാർഡ് ഡിസ്കുകൾ കണക്ട് ചെയ്യുന്നു. ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ കപ്പാസിറ്റി നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്തിട്ട് ഒരു മാസ് സ്റ്റോറേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം അതിനെയാണ് JBOD എന്ന് പറയുന്നത്. അത് സ്പാനിങ് ടൈപ്പ് ആണ്. മീൻസ് അത് കുറെ എക്സ്പാൻഡ് ആയിട്ട് വലിയ ഒരു സ്റ്റോറേജ് നമുക്ക് കിട്ടും. ഇതിനുള്ള പ്രോബ്ലം എന്താ, ഇതിൽ ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് കേടായാലും നമ്മൾ എൻ്റയർ ഡാറ്റ നഷ്ടപ്പെടും. അടുത്തതാണ് സ്ട്രിപ്പിംഗ്. സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഒരു സിംഗിൾ ഫയലിനെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ RAID 0 എന്ന് കണ്ടില്ലേ, ഇതാണ് സ്ട്രിപ്പിംഗ്. അല്ലെങ്കിൽ എന്താണ്, ഓക്കെ, RAID 0 സ്ട്രിപ്പിംഗ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഒരു സിംഗിൾ ഫയലിനെ കുറേ കഷ്ണങ്ങളാക്കും, എന്നിട്ട് ഉള്ള ഡിസ്കിലൊക്കെ കൂടെ സ്പ്രെഡ് ആയിട്ട് അങ്ങ് സ്റ്റോർ ചെയ്യും. സോ ആ ഫയലിന്റെ ആദ്യത്തെ കഷ്ണം ബ്ലോക്ക് 1 ഇവിടെ ഡിസ്ക് 1 ഇടുന്നു, ബ്ലോക്ക് 2 ഡിസ്ക് 2 ഇടുന്നു, പിന്നെ 3, 4, 5, 6 അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഉള്ള ഹാർഡ് ഡിസ്കിലൊക്കെ കൂടെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഇത് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണ് സ്ട്രിപ്പിംഗ്. ഇതിന് ഹൈ പെർഫോമൻസ് ആയിരിക്കും, വളരെ സ്പീഡിൽ നമുക്ക് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹാർഡ് ഡിസ്ക് കേടായാലും നിങ്ങൾ എൻ്റയർ ഡാറ്റ നഷ്ടപ്പെടും. JBOD പോലെ തന്നെയാണ് RAID 0യും. RAID 1 എന്ന് പറയുന്നത് മിററിംഗ് ആണ്. മിററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് 1ന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും ഡിസ്ക് 2 ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് RAID 1 ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 2 ഹാർഡ് ഡിസ്ക് വേണം. സോ ആ മെത്തേഡ് എന്ന് പറയുന്നത് മിററിംഗ് എന്ന് പറയും. അപ്പോൾ അവിടെ എന്തായിരിക്കും, നിങ്ങളൊരു ഫയൽ സ്റ്റോർ ചെയ്യുമ്പം അതിൻ്റെ ആ ഫയലിൻ്റെ കുറേ ബ്ലോക്കുകളായിട്ട് സ്റ്റോർ ചെയ്യും. ആ ഓരോ ബ്ലോക്കും ഒറ്റ ഹാർഡ് ഡിസ്കിനകത്ത് തന്നെയാണ് കിടക്കുക. അപ്പോൾ ഡിസ്ക് 1ന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും ഡിസ്ക് 2ലും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ള ഹാർഡ് ഡിസ്കിൻ്റെ സൈസിൻ്റെ പകുതിയേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ എന്താണ്, കുറെ കൂടെ റിഡൻഡൻ്റ് ആണ്. നിങ്ങൾ ഒരു ഹാർഡ് ഡിസ്ക് അടിച്ചു പോയാലും ഉള്ള ഡാറ്റ നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ തിരിച്ചു കിട്ടും. അതായത് ഒരു ഹാർഡ് ഡിസ്ക് കേടായാലും മറ്റേ ഹാർഡ് ഡിസ്കിൽ സെയിം കോപ്പിയുള്ള ഡാറ്റ ഉള്ളത് കൊണ്ട് എന്ത് പറ്റും, നിങ്ങളെ ഡാറ്റയ്ക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷെ എന്ത് പറ്റും, രണ്ട് ഹാർഡ് ഡിസ്ക് കേടായാലോ, അപ്പോൾ പിന്നെയും പണി കിട്ടി, നമ്മുടെ ഡാറ്റ ലോസ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി വന്നിട്ടുള്ള റെയ്ഡാണ് RAID 5. സ്ട്രിപ്പിംഗ് ആൻഡ് പാരിറ്റി എന്ന് പറയും. അവിടെ 3 ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ ഈ പരിപാടി നടക്കും. മിനിമം 3 ഹാർഡ് ഡിസ്ക് വേണം. RAID 5ന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത് 4 ഹാർഡ് ഡിസ്ക് വെച്ചിട്ടുള്ളതാണ്. മിനിമം 3 എണ്ണമേ ഉള്ളൂ, 4 എണ്ണം വെച്ചാലും ചെയ്യാൻ പറ്റും. അപ്പം RAID 5 ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഉണ്ടാവുക, ആദ്യത്തെ ഹാർഡ് ഡിസ്കിൽ ഫയലിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് ഇടും, രണ്ടാമത്തെ ഹാർഡ് ഡിസ്കിൽ ഫയലിൻ്റെ രണ്ടാമത്തെ ബ്ലോക്ക് ഇടും, മൂന്നാമത്തെ ഹാർഡ് ഡിസ്കിൽ ഫയലിൻ്റെ മൂന്നാമത്തെ ബ്ലോക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് 4ാമത്തെ ഹാർഡ് ഡിസ്കിൽ ഈ 3 എണ്ണത്തിൻ്റെയും ഒരു ബാക്കപ്പ് പോലെ ഒരു പാരിറ്റി ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അടുത്ത സെയിം ഫയലിൻ്റെ തന്നെ അടുത്ത ബ്ലോക്ക് എന്ത് ചെയ്യും, ഡിസ്ക് 1ൽ, പിന്നത്തെ ബ്ലോക്ക് ഡിസ്ക് 2ൽ, പിന്നത്തെ ബ്ലോക്ക് ഡിസ്ക് 4 സ്റ്റോർ ചെയ്യും, 3ൽ എന്ത് ചെയ്യും, അതിൻ്റെ പാരിറ്റി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്കിൽ എന്ത് ചെയ്യും, പാരിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി ഹാർഡ് ഡിസ്കിൽ ഒറിജിനൽ ഫയലും സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഹാർഡ് ഡിസ്ക് അടിച്ചു പോയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാരിറ്റി വെച്ചിട്ട് ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ സിംഗിൾ ഹാർഡ് ഡിസ്ക് ഫെയിലിയർ ഇത് മെയിൻറ്റെയിൻ ചെയ്യും. കുറച്ചുകൂടെ ഹൈ സ്പീഡാണ്. സിംഗിൾ ഹാർഡ് ഡിസ്കിന് പ്രോബ്ലം ഇല്ലാതാവും. നിങ്ങളെ 4 ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 എണ്ണത്തിൻ്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മിററിനേക്കാളൊക്കെ അതും ബെറ്റർ ആണ്. കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് RAID 5. സോ ഞങ്ങളൊക്കെ നെറ്റ്വർക്കിംഗ് സെർവർ ഒക്കെ പഠിക്കുന്ന സമയത്ത് RAID 5 ആയിരുന്നു മാക്സിമം ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്നതാണ് RAID 6, സ്ട്രിപ്പിംഗ് ആൻഡ് ഡബിൾ പാരിറ്റി. അവിടെ ഒന്നുമില്ല, രണ്ട് ഹാർഡ് ഡിസ്കിനകത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്യും, 2 ഹാർഡ് ഡിസ്കിനകത്ത് പാരിറ്റി ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഇപ്പോൾ RAID 5ന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ്. 4 ഹാർഡ് ഡിസ്ക് ഉണ്ടാവും മിനിമം. അപ്പോൾ 4 ഹാർഡ്, മറ്റടുത്ത് 3 എണ്ണം മതിയായിരുന്നു. ഇവിടെ 4 ഹാർഡ് ഡിസ്ക് മിനിമം വേണം. അപ്പോൾ 2 എണ്ണത്തിൽ ഫയൽ സ്റ്റോർ ചെയ്യും, 2 എണ്ണത്തിൽ പാരിറ്റി ക്രിയേറ്റ് ചെയ്യും. അവിടെ മെച്ചം പറഞ്ഞാൽ 2 ഹാർഡ് ഡിസ്ക് അടിച്ചു പോയാലും അതിന് താങ്ങാൻ പറ്റും.
പിന്നെ റെയ്ഡ് 10 ഉണ്ട്, അതൊക്കെ പുതിയതാണ്. സ്ട്രിപ്പിംഗ് ആൻഡ് മിററിംഗ് എന്ന് പറയും. അപ്പോൾ അവിടെ 2 ഹാർഡ് ഡിസ്ക് സ്ട്രിപ്പ് ചെയ്തിട്ട് ഫയൽ അങ്ങോട്ടുകൂടി സ്റ്റോർ ചെയ്യും. ഇതിൻ്റെ തന്നെ ഒരു മിറർ കോപ്പി ഇപ്പുറത്ത് ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ 2 ഹാർഡ് ഡിസ്കിനകത്ത് റെയ്ഡ് 0 നടക്കും, ഇവിടെയും റെയ്ഡ് 0 നടക്കും. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു റെയ്ഡ് 1 നടക്കും. അതായത് ഇതിൻ്റെ എക്സാക്റ്റ് കോപ്പി ആയിരിക്കും ഇപ്പുറത്തെ ഹാർഡ് ഡിസ്ക് ഉണ്ടാവുക. ഒരു കണ്ണാടി സെൻറ്ററിൽ വെച്ചോണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ സ്ട്രിപ്പിംഗ് നടക്കും, ഇതിൻ്റെ മിറർ ഇവിടെ സേവ് ചെയ്യും. ആണ് റെയ്ഡ് 10. ഓക്കെ, ഇപ്പം ഇവിടെ ഏകദേശം 3 ഹാർഡ് ഡിസ്ക് ഒക്കെ അടിച്ചു പോയാലും ഒന്നും പറ്റില്ല, ഫയൽ അവിടെ തന്നെ അത്രയും സേഫ് ആയിരിക്കും. അങ്ങനെയും വലിയ സ്റ്റോറേജും കാര്യത്തിനൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കുക. പിന്നെ ഇതൊക്കെ നമ്മളിപ്പം വിർച്വലൈസേഷൻ കൺസെപ്റ്റിൽ വരുന്ന സമയത്ത് ഇതൊന്നും പ്രത്യേകിച്ച് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആര് ഹാൻഡിൽ ചെയ്യുന്ന ഡാറ്റ സെൻറ്റർ ആരാണോ റൺ ചെയ്യുന്നത് അവർ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ അത്രയും വലിയ ഹെഡേക്ക് ഒന്നും വരാറില്ല. ജസ്റ്റ് അറിഞ്ഞു വെക്കുക റെയ്ഡ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന്. പിന്നെ സ്റ്റോറേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ ബ്ലോക്കുകളായിട്ട് ഹാർഡ് ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഫയൽ ലെവൽ സ്റ്റോറേജ് ഉണ്ട്, സിംഗിൾ ഫയലായിട്ടും ഹാർഡ് ഡിസ്കിലെ ഡാറ്റ സ്റ്റോർ ചെയ്യും. സോ ബ്ലോക്കും ഫയലും ഈ 2 കൺസെപ്റ്റും ജസ്റ്റ് മൈൻഡിൽ ഓർത്ത് വയ്ക്കുക. ബ്ലോക്ക് ലെവൽ സ്റ്റോറേജും ഉണ്ട്, ഫയൽ ലെവൽ സ്റ്റോറേജ് ഉണ്ട്. ബ്ലോക്ക് ലെവൽ ഡാറ്റ എന്ന് പറയുമ്പോൾ നേരിട്ടിട്ട് ഡിസ്ക് ഉണ്ടാവും, റെയ്ഡ് ഉണ്ടാവും, നേരിട്ട് എന്ത് ചെയ്യാണ് അവിടെ റെയ്ഡിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യും. ബ്ലോക്ക് ലെവൽ എന്ന് പറയുന്നത് ഫയൽ ലെവൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഫയൽ സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വിൻഡോസിനകത്തുള്ള ഫയൽ സിസ്റ്റം ആണ് എന്ത് ഫാറ്റ്, NTFS ഒക്കെ പോലുള്ളത്. അതുപോലെ ലിനക്സിനകത്തുള്ള ഫയൽ സിസ്റ്റമാണ് ext4, പിന്നെ XFS ഒക്കെ. ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ ഫയൽ എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്ന് ഒരു പ്രോപ്പർ മെത്തേഡിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതിയാണ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. NTFS എന്ന് പറഞ്ഞാൽ വിൻഡോസിനകത്ത് എങ്ങനെ ഫയൽ സ്റ്റോർ ചെയ്യണം NTFSനകത്താണ് കോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഫയൽ സിസ്റ്റം നമ്മളവിടെ റെയ്ഡിൻ്റെ കൂടെ ഫയൽ സിസ്റ്റം കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതാണ് ഫയൽ സിസ്റ്റം, ഫയൽ ലെവൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, 1-2 കൺസെപ്റ്റുകൾ മാത്രമാണ്. പിന്നെ സ്റ്റോറേജ് പ്രൊവിഷനിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടെ വിർച്വലൈസേഷനിൽ വരുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു ഹാർഡ് ഡിസ്ക് ഫയൽ വിർച്വലായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഹാർഡ് ഡിസ്ക് നിങ്ങൾ വിർച്വലായിട്ട് ചെയ്യുന്ന സമയത്ത് തിക്ക് പ്രൊവിഷനിങ്ങും തിൻ പ്രൊവിഷനിങ്ങും ഉണ്ട്. ഇതിന് വിൻഡോസിനകത്ത് വേറെ എന്തോ 2 പേരിൽ പറയും. ജസ്റ്റ് പേരെന്തായാലും കൺസെപ്റ്റ് സെയിം ആണ്. തിക്ക് പ്രൊവിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 100 GB അല്ലെങ്കിൽ ഒരു 50 GB ഹാർഡ് ഡിസ്ക് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, തിക്ക് പ്രൊവിഷനിങ് ആണെങ്കിൽ നിങ്ങളെ ഹാർഡ് ഡിസ്ക്, ഇപ്പോൾ നിങ്ങളെ ഫിസിക്കൽ ഹാർഡ് ഡിസ്ക് 500 GB ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളൊരു 50 GB ഒരു ഹാർഡ് ഡിസ്ക് ഉള്ള VM ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ 50 GB തിക്ക് പ്രൊവിഷനിങ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളെ 500 GB ഉള്ള നിങ്ങളെ ഫിസിക്കൽ ഹാർഡ് ഡ്രൈവിനകത്ത് 50 GB ഉള്ളൊരു ഫയൽ ക്രിയേറ്റ് ആവും. അതായത് നിങ്ങൾ എത്രയാണോ വിർച്വൽ മെഷീന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻ്റയർ സൈസ് എന്ത് ചെയ്യും, ഒറ്റയടിക്ക് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് വെക്കും. അപ്പം നിങ്ങളെ ഫിസിക്കൽ ഹാർഡ് ഡിസ്കിനകത്ത് പിന്നെ 450 GB ഫ്രീ ഉണ്ടാവുള്ളൂ. ഇതിനെയാണ് തിക്ക് പ്രൊവിഷനിങ് എന്ന് പറയുന്നത്. തിൻ പ്രൊവിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 50 GB ഹാർഡ് ഡിസ്ക് ഉള്ളൊരു VM ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ 500 GB ഉള്ള ഫിസിക്കൽ ഹാർഡ് ഡ്രൈവ് ഉണ്ട്. നിങ്ങൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ആ മറ്റേ ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പം 10 GB യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങളെ ഫിസിക്കൽ ഹാർഡ് ഡ്രൈവിനകത്ത് 490 GB ഫ്രീ ഉണ്ടാവും. 10 GB ഒരു ഹാർഡ് ഡിസ്കിന്റെ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അത് എക്സ്പാൻഡ് ആയി മാക്സിമം 50 GB വരെ പോകുന്ന രീതിയിൽ ഡിമാൻഡിനനുസരിച്ച് എക്സ്പാൻഡ് ആവുന്ന ഹാർഡ് ഡിസ്ക്. അതാണ് തിൻ പ്രൊവിഷനിങ്. ഇത് 2 കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തിൻ പ്രൊവിഷൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമ്മളെ ഹാർഡ് ഡിസ്കിനകത്തുള്ള സ്പേസ് സേവ് ചെയ്യാം. തിക്ക് പ്രൊവിഷനിങ് എവിടെ ഉപയോഗിക്കുന്ന പെർഫോമൻസ് ഒക്കെ അത്രയും വേണ്ട സ്ഥലത്താണ്. ഹൈ പെർഫോമൻസ് വേണ്ട സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് എക്സ്പാൻഡ് ആവാൻ വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. അത്രയും ഡാറ്റയൊക്കെ ബൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും ആ VMന്. അപ്പോൾ അവിടെ നമ്മൾ തിക്ക് പ്രൊവിഷനിങ് ആണ് ഉപയോഗിക്കുക. ആ എൻ്റയർ സൈസ് സ്പേസ് നമ്മൾ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങ് നമ്മൾ എടുക്കും, എന്നിട്ട് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ ഡാറ്റയും അടിച്ച് കയറ്റി കൊടുത്താൽ മതി. തിൻ പ്രൊവിഷനിങ് ആവുന്ന സമയത്ത് കുറച്ചുകൂടെ സ്പേസ് റിസർവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തിൻ പ്രൊവിഷനിങ് എടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, പെർഫോമൻസ് നമ്മൾ വല്ലാതെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഒരുപാട് ഡിഗ്രഡേഷൻ ഒന്നും ഒരു ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. എന്നാലും അത് ചില സമയങ്ങളിൽ നമുക്ക് എന്തായിരിക്കും, ചില കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെർവർ വിർച്വലൈസേഷൻ പോസിബിൾ ആണ് ഒരു ഹൈപ്പർവൈസറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട്. ഇത് എഫിഷ്യൻ്റ്ലി റൺ ചെയ്യുന്ന ടീമൊക്കെയാണ് എന്ത് ഡാറ്റ സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ഹാർഡ്വെയർ സെർവർ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് VMs വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ എന്താണെന്ന് സ്റ്റോറേജ് വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ.
സ്റ്റോറേജ് വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ ഫിസിക്കൽ ഹാർഡ് ഡിസ്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറേ വിർച്വൽ ഹാർഡ് ഡിസ്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, VMs ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ പല ഫയൽ സെറ്റപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, പല സൈസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പല ഫോർമാറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതേപോലെയുള്ളതാണ് എന്ത്, നെറ്റ്വർക്ക് വിർച്വലൈസേഷൻ. ഇപ്പം നമ്മളെ ഫിസിക്കൽ നെറ്റ്വർക്ക് നമുക്കുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, വിർച്വൽ നെറ്റ്വർക്കും ഉണ്ട്. നമ്മൾ ഫിസിക്കൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ഡിവൈസിന്റെ പേരാണെന്ത്, സ്വിച്ച്. അപ്പോൾ എന്തുണ്ടാവും, ഒരു വിർച്വൽ സ്വിച്ചും പോസിബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനെ ലാൻ നെറ്റ്വർക്ക് എന്ന് പറയും. അതിന് വിർച്വൽ ഓപ്ഷനും വിർച്വൽ ലാൻ നെറ്റ്വർക്കും അവൈലബിൾ ആണ്, VLAN. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഈ നെറ്റ്വർക്ക് വിർച്വലൈസേഷനും പോസിബിൾ ആണ്. നമ്മൾ ഫിസിക്കലി എന്ത് കാണുന്നോ ആ സാധനം വിർച്വലൈസേഷനകത്ത് പോസിബിൾ ആണ്. ഇതിനകത്ത് ആക്ച്വലി 3 ടൈപ്പ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ബ്രിഡ്ജ്ഡ് നെറ്റ്വർക്ക്. ബ്രിഡ്ജ്ഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ, ഇതിലൊരു കൺസെപ്റ്റോട് നമുക്ക് പറയാം. ഓൾറെഡി നമ്മൾ സംസാരിച്ച കാര്യം തന്നെയാണ്, ജസ്റ്റ് പേരിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ മെഷീനെ നമ്മൾ ഫിസിക്കൽ മെഷീൻ അല്ലെങ്കിൽ ഹോസ്റ്റ് മെഷീൻ എന്ന് പറയും. ആ ഹോസ്റ്റ് മെഷീനകത്ത് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെ ഹോസ്റ്റ് OS എന്ന് പറയും. ഒരു VM നമ്മൾ അതിനകത്തൊരു മെഷീൻ നമ്മൾ വിർച്വലായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ വിർച്വൽ മെഷീൻ എന്ന് പറയും, VM എന്ന് നമ്മൾ വിളിക്കും. ഈ VMനകത്ത് നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. കാരണം ഓൾറെഡി ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇങ്ങനെയുള്ള 4 പേരുണ്ട്. അപ്പോൾ ബ്രിഡ്ജ്ഡ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഹോസ്റ്റ് മെഷീൻ്റെ IP നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ടിട്ട് ഒരു VMനകത്തേക്ക് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇന്റർനെറ്റ് പോലുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആവശ്യത്തിന് അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രിഡ്ജ്ഡ് നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. നാറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺവേർഷൻ മെത്തേഡാണ്. നാറ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ആണ് നാറ്റ്. ഇതൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇത്ര ആലോചിച്ച് വയ്ക്കുക, ഒരു IP നിന്ന് വേറൊരു IP-യിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സർവീസ് ആണെന്ത്, നാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്റ്റിൻ്റെ IP ആയിരിക്കില്ല VMന് കിട്ടുക. അപ്പോൾ അവിടെ എന്തുണ്ടാവും, രണ്ടും ഡിഫറെൻറ്റ് IPs ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു ട്രാൻസ്ലേഷൻ നടക്കും. എങ്ങനെയാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുക. പിന്നെ ഹോസ്റ്റ് ഓൺലി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അവിടെ ഹോസ്റ്റിനകത്ത് മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ, പുറത്തേക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. VMന് ഇപ്പോൾ 4-5 VMs ഉണ്ട്. ആ 4-5 VMs ഒരു ഹാർഡ്വെയർ സെർവറിനകത്ത് ഒരു 4-5 VMs റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 5 VMs തമ്മിൽ എന്തുണ്ടാവും, ഹോസ്റ്റ് ഓൺലി നെറ്റ്വർക്ക് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, പക്ഷേ പുറത്തേക്ക് കമ്മ്യൂണിക്കേഷൻ വരില്ല. പക്ഷെ നാറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് വേറെ നെറ്റ്വർക്കിലായിരിക്കും, ഹോസ്റ്റിനകത്ത് വേറെ നെറ്റ്വർക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും, ട്രാൻസ്ലേഷൻ വഴിയായിരിക്കും നടക്കുന്നുണ്ടാവുക. ബ്രിഡ്ജ്ഡ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കണക്ഷൻ ആയിരിക്കും. എന്താണോ ഹോസ്റ്റിൻ്റെ സെയിം നെറ്റ്വർക്ക്, അതേ നെറ്റ്വർക്ക് തന്നെയായിരിക്കും എന്തുണ്ടാവുക, നമ്മളെ VMും റൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒരു DHCP സെർവർ ഉണ്ട്, എവിടെ നമ്മളെ മോഡത്തിനകത്തൊരു DHCP സെർവർ ഉണ്ട്. ആ മോഡത്തിൻ്റെ DHCP സെർവർ നിന്നാണ് നിങ്ങൾക്ക് മെഷീൻ IP കിട്ടുന്നതെങ്കിൽ, നിങ്ങൾ ബ്രിഡ്ജ്ഡ് നെറ്റ്വർക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ സെയിം മോഡത്തിൻ്റെ DHCP സെർവർ തന്നെ എന്ത് കിട്ടും, VMനും IP കിട്ടും. ഇത്രയേ ഉള്ളൂ വിർച്വൽ നെറ്റ്വർക്കിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, പിന്നെ 2 ടൈപ്പ് വിർച്വലൈസേഷൻ ആണത്, അപ്ലിക്കേഷൻ വിർച്വലൈസേഷൻ ആൻഡ് ഡെസ്ക്ടോപ്പ് വിർച്വലൈസേഷൻ. ഇതും നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻസ് നമുക്ക് വിർച്വലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, നമ്മളെ ഉള്ള സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പ് നമുക്ക് വിർച്വലൈസ് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരേ മെഷീൻ്റെ ഡെസ്ക്ടോപ്പ് തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സ് യൂസ് ചെയ്യുക. ഒരു മെഷീനേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ഡെസ്ക്ടോപ്പ് നിങ്ങൾ OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത ഒറ്റ മെഷീനേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഡെസ്ക്ടോപ്പ് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഡിഫറെൻറ്റ് സിസ്റ്റം പോലെ ഉപയോഗിക്കാൻ പറ്റുക. അതാണ് ഡെസ്ക്ടോപ്പ് വിർച്വലൈസേഷൻ. അതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, വിർച്വലാക്കി കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ്. ആക്ച്വലി
അതെന്താണ് ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ, ആ സിസ്റ്റത്തിൽ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതേ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാണ്, ഓരോ യൂസേഴ്സും അവരുടേതായിട്ട് തന്നെ ഉപയോഗിക്കുക. ഞാൻ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ പോലെ അത് വർക്ക് ചെയ്യും. വേറൊരാൾ ഇപ്പം അടുത്തൊരാൾ എടുക്കുന്ന സമയത്ത് ആ ആളുടെ ആപ്ലിക്കേഷൻ പോലെ അത് വർക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ വിർച്വലൈസേഷനും പോസിബിൾ ആണ്. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ കൂടെ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ദിവസം നമ്മൾ ഒറാക്കിൾ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു ജസ്റ്റ് ഒരു ഓടിച്ച് പറഞ്ഞായിരുന്നു. അപ്പം അത് നമുക്കൊന്ന് ഇന്ന് ചെയ്തു നോക്കാം. നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വിർച്വൽ ബോക്സ് മാത്രമല്ല, നിങ്ങൾക്ക് സിസ്റ്റത്തിൻ്റെ നിങ്ങൾ ഓരോ വിൻഡോസിൻ്റെ മെഷീനകത്തും നിങ്ങൾക്ക് എന്തുണ്ട്, ഹൈപ്പർ വി എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. അത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഹൈപ്പർ വി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ആപ്പ് വിസ് .cpl appwiz.cpl എന്നടിച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ വരും. ഇത് കൺട്രോൾ പാനലിനകത്തുനിന്നും നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ടേൺ വിൻഡോസ് ഫീച്ചർ ഓൺ ഓർ ഓഫ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ വിൻഡോ തുറന്നു വരും. ഈ തുറന്നു വരുന്ന വിൻഡോയ്ക്കകത്ത് നിങ്ങൾക്ക് ഹൈപ്പർ വി എന്ന് കാണാം. സോ ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ഹൈപ്പർവൈസർ ആണ്. ഹൈപ്പർ വി നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഹൈപ്പർ വി മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ വരുന്നുണ്ട് എന്നേ മാത്രമേ ഉള്ളൂ. അതൊരു ബെയർ മെറ്റൽ ഹൈപ്പർവൈസർ ആണ്. അതായത് ഹൈപ്പർ വിക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ് ആവശ്യമില്ല വർക്ക് ചെയ്യാൻ. അത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഹാർഡ്വെയറുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഹൈപ്പർവൈസർ ആണ്. അതിന് എന്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഇത് വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഹൈപ്പർ വി ബെയർ മെറ്റൽ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്യുക. യൂഷ്വലി പോലെ അങ്ങ് ഇൻസ്റ്റാൾ ആയിക്കോളും. നേരെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് VM ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഹാർഡ്വെയർ ഇപ്പം എൻ്റെ മെഷീനകത്ത് എന്താണ്, ഇപ്പം എൻ്റെ മെഷീൻ്റെ സ്പെക്ക് എന്ന് പറയുമ്പോൾ ഇത് Ryzen 5 പ്രോസസ്സറാണ്. അതുപോലെ തന്നെ 16 GB റാം ഉണ്ട്. ഇതിനകത്ത് 1 TB ഹാർഡ് ഡിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ OS ഡിസ്കിന് വേറെ സെപ്പറേറ്റ് 256. അങ്ങനെ എൻ്റെ ഫിസിക്കൽ എൻ്റെ മെഷീൻ്റെ എന്ത് ഹാർഡ്വെയർ കപ്പാസിറ്റി ആണുള്ളത്, ഈ ഹാർഡ്വെയർ കപ്പാസിറ്റി ആയിരിക്കും ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വിർച്വൽ മെഷീൻസിന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പർ വിയേക്കാളും കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ അഡാപ്റ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ നല്ലത് വിർച്വൽ ബോക്സ് ആയിരിക്കും. വിർച്വൽ ബോക്സ് ആക്ച്വലി ഒരു ബെയർ മെറ്റൽ അല്ല, അത് ഹോസ്റ്റഡ് വിർച്വലൈസേഷൻ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്ത് വേണം അത് ഉപയോഗിക്കാൻ. അപ്പോൾ അതിന് ഒറാക്കിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ആണ്. ഒറാക്കിളൊക്കെ നമ്മൾ ഒരുപാട് ജാവയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഒറാക്കിളിൻ്റെയാണ്. അപ്പോൾ അതുപോലെ ഒറാക്കിളിൻ്റെ വേറൊരു വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ് വിർച്വൽ ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് വിർച്വൽ ബോക്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിർച്വൽ ബോക്സിൻ്റെ സൈറ്റിൽ വരും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആയിക്കോളും. വിൻഡോസ് ഹോസ്റ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വിൻഡോസ്, മാക് ആണ് മാക്, ലിനക്സ് ആണ് ലിനക്സ്, സോളാരിസ് ഒക്കെ ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാണ്, വിൻഡോസ് ഹോസ്റ്റ് ക്ലിക്ക് ചെയ്തു, ദെൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവും. വൺസ് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ അത് കാണാം. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അന്ന് കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തൊക്കെ അടിച്ചു വിട്ടിട്ടാണ് നമ്മളന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇന്ന് നോക്കിയിട്ട് തന്നെ പോവാം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ. നിങ്ങളെ യെസ് ഓർ നോ ബോക്സ് വരുമല്ലോ, നമ്മൾ എന്തായിരുന്നു പറയുക, UAC എന്തോ പറയും, യൂസർ ആക്സസ് കൺട്രോൾ UAC. അപ്പോൾ അത് യെസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വരുന്ന വിൻഡോയിൽ നെക്സ്റ്റ് കൊടുക്കുക, അഗ്രിമെൻ്റ് ആക്സെപ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ബാക്കിയൊക്കെ ഡിഫാൾട്ട് തന്നെ മതി, അത് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നെറ്റ്വർക്ക് ഇൻ്റർഫേസിൻ്റെ കാര്യത്തിൽ വാർണിംഗ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് നെറ്റ്വർക്ക് ഇൻ്റർഫേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പം ചിലപ്പോൾ നമ്മളെ നെറ്റ്വർക്കൊക്കെ ഡിസ്കണക്റ്റ് ആവും എന്നുള്ളൊരു വാർണിംഗ് ആണ് വരുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ നെറ്റ് കട്ടാവുകയാണെങ്കിൽ തിരിച്ച് സെയിം ലിങ്ക് തന്നെ ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. കാരണം ചിലപ്പോൾ നമ്മളെ നെറ്റ് ഡിസ്കണക്റ്റ് ആവും, കാരണം ഇത് യെസ് കൊടുക്കുന്നതോടുകൂടി. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാവുന്ന ഉറപ്പൊന്നുമില്ല, ഉണ്ടാവാതിരിക്കാം. ഇത് പുതിയൊരു ഓപ്ഷനാണ്, അപ്പോൾ എനിക്കും അറിയില്ല, നോക്കണം. കോർ പാക്കേജ് Python binding requires install Windows API binding.
ഇതിപ്പോൾ യെസ് കൊടുത്താൽ ആ വേണ്ട ഡിപ്പെൻഡൻസി പാക്കേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. എന്തോ പൈത്തൺ ഡിപ്പെൻഡൻസി ഉണ്ട് എന്ന് പറഞ്ഞതാണ്. വിൻഡോസ് 32 എന്ന് പറഞ്ഞാൽ എന്തോ ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. ബാക്കി ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട. നെക്സ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. വലിയ കോംപ്ലക്സ് ഇൻസ്റ്റലേഷൻ സ്റ്റെപ്പ് ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പലർക്കും ഈ സോഫ്റ്റ്വെയർ ഓൾറെഡി അറിയുന്നുണ്ടാവും, പലരും ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതായിരിക്കും? സൈസ് കുറവുള്ള വിൻഡോസ് ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ GB കണക്കിന് സൈസ് ഉണ്ടാവും. നമുക്ക് ഉബുണ്ടു ഡൗൺലോഡ് ചെയ്യാം. ഉബുണ്ടു സെർവർ വലിയ സൈസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഇത് ചെയ്ത് കാണിച്ചാൽ മതിയല്ലോ. കാരണം ഓവർ സൈസുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഡൗൺലോഡ് ആയി കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പാരലലി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോഴേക്കും അത് അവിടുന്ന് ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഡൗൺലോഡ് 24. ഇത് തന്നെ 3 GB ഉണ്ട്. ഇതിൻ്റെ വല്ല സോഫ്റ്റ്വെയർ ലൈറ്റർ വേർഷനും ഉണ്ടോ നോക്കട്ടെ. 3 GB സൈസിൻ്റെ പ്രശ്നം കൊണ്ടല്ല, നമ്മൾ അത്രയും സമയം കാത്തിരിക്കണം ഇത് ഡൗൺലോഡായി വരുന്നവരെ. ആ ഒരൊറ്റ പ്രോബ്ലം കൊണ്ടോ. ഓക്കെ, ഇനി ഇത് തന്നെ കിടന്നോട്ടെ. നമുക്ക് 24.4 ഡൗൺലോഡ് ചെയ്തെടുക്കാം. കാരണം ഇന്നിപ്പോൾ നമുക്ക് ഇത്രയും GB ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സൈസൊന്നും വലിയ പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ 3 GB ഡൗൺലോഡിന് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. കുറച്ച് നല്ല സ്ലോ ആണ്. നെറ്റ്വർക്കും പൊതുവെ സ്ലോ ആണെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. പാരലലി നമുക്ക് എന്ത് ചെയ്യാം, 1 സെക്കൻഡ് ഡൗൺലോഡ് മാനേജറിനകത്ത് ഇടുന്നതായിരിക്കും നല്ലത്. ഡൗൺലോഡ് ആവും. ഓക്കെ, അവിടെ പിന്നെ സ്പീഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിർച്വൽ ബോക്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വിർച്വൽ ബോക്സ് ടിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവിടെ വെച്ചിട്ട് ഫിനിഷ് കൊടുക്കാം. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് വിർച്വൽ ബോക്സ് ഓപ്പൺ ആയി വരും. ഇതാണ് വിർച്വൽ ബോക്സ് സോഫ്റ്റ്വെയർ. ഇത് നമ്മളന്ന് കണ്ടിരുന്നു. പുതിയ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ന്യൂ കൊടുക്കാം. ഉള്ള മെഷീൻ ആഡ് ചെയ്യാൻ, ഇത് നമ്മൾ അന്ന് ക്രിയേറ്റ് ചെയ്ത മെഷീൻസ് ആണ്. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. റിമൂവ്, ഡിലീറ്റ് ഓൾ ഫയൽസ്. റൈറ്റ് ക്ലിക്ക്, റിമൂവ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണാം, ഡിലീറ്റ് ഓൾ ഫയൽസും റിമൂവ് ഓൺലി. റിമൂവ് ഓൺലി കൊടുത്താൽ ഈ മെഷീൻ ഇവിടുന്ന് ജസ്റ്റ് എൻട്രി പോവുള്ളൂ, കോൺഫിഗറേഷൻ ഫയൽ പോവുള്ളൂ. ഹാർഡ് ഡിസ്കിൻ്റെ ഒക്കെ ഫയൽ അവിടെ തന്നെ കിടക്കും. ഡിലീറ്റ് ഓൾ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പോകും. ഓക്കെ, പിന്നെ എനിക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ വെച്ചിട്ട്, സോ ന്യൂ. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം. നമ്മൾ ഉബുണ്ടു സെർവറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഉബുണ്ടു സെർവർ. അപ്പോൾ ഇതിൽ ഒരുപാട് പിന്നെയും സെറ്റിങ്സ് ഉണ്ട്. നിങ്ങളെ ഫയൽ എവിടെ സേവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിഫറൻസിനകത്തൊക്കെ പോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ മെഷീൻ്റെ വിർച്വൽ മെഷീൻ്റെ ഫയൽ എവിടെ സേവ് ചെയ്യണം, അതിനകത്ത് തന്നെ എന്തൊക്കെ ഇതിൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം, അതുപോലെ തന്നെ ഓക്കെ അപ്ഡേറ്റ്, പിന്നെ ലാംഗ്വേജ് സെറ്റിങ്സ്, ഡിസ്പ്ലേ സെറ്റിങ്സ് ഒക്കെയാണ്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഉള്ളത് തന്നെ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. ഇതിൻ്റെ സ്പേസ് വേണം എന്ത് ചെയ്യാം, സി ഡ്രൈവിൽ നിങ്ങൾക്ക് സ്ഥലം കുറവാണ്, വേറെ ഏതെങ്കിലും ഡ്രൈവ് സ്പേസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അതർ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ ഡ്രൈവിനകത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ആ ഫോൾഡർ കാണിച്ചു കൊടുത്താൽ എന്ത് ചെയ്യാം, സ്പേസ് ഉള്ള സ്ഥലത്ത് നമുക്കത് സേവ് ചെയ്യാം. വൺസ് അത് ഓക്കെ കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ ടൂൾസിനകത്ത് ഇവിടെയും വേറെയും കുറേ സെറ്റിങ്സ് ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. തൽക്കാലം നമുക്കതൊക്കെ അവിടെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് ന്യൂ കൊടുക്കണം. മെഷീന് പേര് കൊടുക്കാം, ഉബുണ്ടു സെർവർ. ഉബുണ്ടു സെർവർ. അപ്പോൾ ലൊക്കേഷൻ ഞാൻ മാറ്റിയിട്ടില്ല. നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റിയ ലൊക്കേഷനാണ് കാണുക. നമ്മളെ ഉബുണ്ടുവിൻ്റെ ISO ഫയൽ ഇവിടെ കാണിച്ചു കൊടുക്കണം. തൽക്കാലം ISO ഫയൽ ഡൗൺലോഡ് ആവാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും കൊടുക്കുന്നില്ല. ISO ഫയൽ ഇല്ലാതെ തന്നെ ഇൻസ്റ്റാളേഷൻ തൽക്കാലം മുന്നോട്ട് പോകട്ടെ. വൺസ് അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി എടുത്തു വയ്ക്കാൻ മറന്നുപോയതാണ്. സോ ലിനക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഉബുണ്ടു ആണ്. ഉബുണ്ടുവിൻ്റെ ഏത് വേർഷനാണ് അതൊക്കെ നിങ്ങൾക്ക് മാനുവലി ഇവിടെ കൊടുക്കാം. നിങ്ങൾ ഇമേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡാറ്റയ്ക്ക് വരും. ഓക്കെ, സോ നമ്മൾ എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ചെയ്യാൻ പോകുന്നത്, മെഷീൻ്റെ പേര് നമ്മൾ കൊടുത്തു, നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഞാൻ പറഞ്ഞല്ലോ ടോട്ടൽ 16 GB ഉണ്ട്. ഉബുണ്ടു ഒക്കെ ആയതുകൊണ്ട് 2 GB റാം മതി, നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. 1 CPU തന്നെ ഉബുണ്ടുവിനൊക്കെ അധികമാണ്, അതുകൊണ്ട് അതും പ്രോബ്ലം ഇല്ല. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഹാർഡ് ഡിസ്ക് 25 GB ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനൊരു 50 GB ക്രിയേറ്റ് ചെയ്യാണ്. 50 GB എൻ്റെ സി ഡ്രൈവിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, അത് ചെക്ക് ചെയ്യണം.
48 GB ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം. സോ അതർ ലൊക്കേഷൻ, ഞാൻ പ്രത്യേകിച്ച് ഡ്രൈവ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല, തൽക്കാലം ഈ ഡ്രൈവിൽ ഓക്കെ ക്ലാസ്സിനകത്തിരിക്കട്ടെ. ഓക്കെ, സോ ബാക്കി എവിടെ എന്തോ മിസ്സിങ് ആയി. ക്ലാസ് സോ ഇമേജ് സുബണ്ടു 24. യൂഷ്വലി ഇവിടെ ഒരു നെക്സ്റ്റ് കിട്ടിയിരുന്നത്, എന്ത് പറ്റിപ്പോൾ? ഓക്കെ, വേണ്ട, ഉബുണ്ടു സെർവറിനാണെങ്കിൽ നമുക്ക് സ്പേസ് എടുത്ത് കളയാം. ഇനി അതാണോ എന്നറിയില്ല. ഓക്കെ, സംഭവം അതിൻ്റെ ഇരുന്നു. ഇവിടെ ആ സ്പേസ് പറ്റില്ല, നേരത്തെ എങ്ങനെയോ കയറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ അതെടുത്ത് ഇവിടെ റെഡ് കളർ കണ്ടായിരുന്നു ഗ്രീൻ ടിക്കിന് പകരം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ 2 GB ഒരു റാമും 1 GB 1 CPU മതി. നെക്സ്റ്റ് ഹാർഡ് ഡിസ്കിൻ്റെ ഫയൽ 50 GB കൊടുത്തു. ഇതിൽ നമ്മൾ പറഞ്ഞ തിൻ പ്രൊവിഷനിങ്ങും തിക്ക് പ്രൊവിഷനിങ്ങും ഇവിടെയാണ് വരുന്നത്. പ്രീ അലോക്കേറ്റ് ഓൾ ഫുൾ സൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ കൊടുത്ത 50 GB ഇപ്പോൾ അവിടെ പോയി ക്രിയേറ്റ് ആവും. ഈ ടിക്ക് ഞാൻ കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ ആ ഡിസ്കിന് ആവശ്യമായിട്ടുള്ള സൈസ് മാത്രമേ അവിടെ ക്രിയേറ്റ് ആവുകയുള്ളൂ. പിന്നെ ഓൾറെഡി ഉള്ള ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വേറൊരു ഹാർഡ് ഡിസ്കും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. ഒക്കെ നമ്മളെ ഇഷ്ടമാണ്. പ്രീ അലോക്കേറ്റ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ 4 MB മിക്കവാറും എൻ്റെ ഹാർഡ് ഡിസ്ക് ക്രിയേറ്റ് ആവുക. ഇപ്പോൾ പെർഫോമൻസ് ഒന്നും എനിക്ക് അത്ര പ്രോബ്ലം ഇല്ല. തൽക്കാലം ഒരു ഇത്തിരി പെർഫോമൻസ് കുറഞ്ഞാലും വിഷയമില്ല. ഓക്കെ, അപ്പം ഞാൻ ഫിനിഷ് കൊടുക്കുകയാണ്. ഫിനിഷ് കൊടുത്തിട്ടും ഫിനിഷിനൊരു മടി. നോക്കാം നമുക്ക്. എവിടെയോ ഒരു മിസ്സിങ് പോലെ. ഈ പേരിൻ്റെ ഇവിടെ എപ്പോഴും എന്തോ ഒരു പ്രശ്നമുണ്ട്. തൽക്കാലം ഹൈഫോൺ എടുത്ത് കളയാം. അതുകൊണ്ടാണോ അറിയില്ല. യെസ്, അതായിരുന്നു പ്രശ്നം. പേരിൽ ഹൈഫൺ ഒന്നും പറ്റില്ല, സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ നമ്മൾ ISO ഫയൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. ഈ കാര്യം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എന്ത് കാര്യത്തിലും മാറ്റം വരുത്താൻ പറ്റും. ഹാർഡ് ഡിസ്ക് പുതിയത് ആഡ് ചെയ്യണോ, പേര് മാറ്റണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് മാറ്റണോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നും വരാനില്ല. സ്റ്റോറേജിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ കൺട്രോളറിനകത്ത് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്ക് ISO ഫയലോട് നിന്ന് കാണിച്ചു കൊടുക്കാം. അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, ഇവിടെ നാറ്റഡ് ആണുള്ളത്, ബ്രിഡ്ജ് അഡാപ്റ്റർ ആക്കി വേണമെങ്കിൽ കൊടുക്കാം. ഒക്കെ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളെ ഉബുണ്ടു ഓൾമോസ്റ്റ് കഴിയാറായി. കുറഞ്ഞ സമയം കൂടെ കഴിഞ്ഞാൽ ഉബുണ്ടു സെറ്റാവും. നമുക്കത് വെച്ച് ചെയ്യാം. ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഡിസ്ക് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഡിസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒരിക്കലും 19 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ആക്ച്വലി എടുത്തു വയ്ക്കാൻ മറന്നു പോയതാണ്. ഓഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം, നെറ്റ്വർക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ USB ഒക്കെ നമുക്ക് ഹോസ്റ്റിൻ്റെ ആയിട്ട് കമ്പയർ ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ എന്തൊക്കെ വേണ്ടാന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് പറയാം മെമ്മറി ഇനി കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിഷൻ ഓഫ് ചെയ്തിട്ട് ഇവിടെ മെമ്മറി സൈസ് കൂട്ടിയിട്ട് മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. ഞാൻ 1 CPU പകരം 2 CPU കൊടുക്കുകയാണ്. കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് ആയിക്കോട്ടെ. തന്നെ 2 GB മതിയാവും. അത് കുഴപ്പമൊന്നുമില്ല, ഉബുണ്ടു ആയതുകൊണ്ട് 2 GB തന്നെ അധികമാണ്. സോ നോ പ്രോബ്ലം. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ വീഡിയോ മെമ്മറി കാര്യങ്ങളൊന്നും നമ്മൾ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡിസ്ക് കാര്യങ്ങളൊക്കെ പുതിയ വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒക്കെ നമുക്ക് ഇവിടുന്ന് അഡീഷണലി ഈ സെറ്റിങ്സ് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ മെമ്മറി കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാവും. സോറി, CPU കൂടിയിട്ടുണ്ടാവും. 2 CPU ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ഏത് സെറ്റിങ്സും എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് ഓക്കെ, നമ്മൾ ISO കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സോ സ്റ്റോറേജിനകത്ത്
കൺട്രോളർ ഐ ഡിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസ്കിൻ്റെ പണ്ടത്തെ DVD ചിത്രം കണ്ടില്ലേ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചൂസ് ക്രിയേറ്റ് ഒപ്റ്റിക്കൽ ഡിസ്ക്, വിർച്വൽ ഒപ്റ്റിക്കൽ ഡിസ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ എന്ത് ചെയ്യുക, ആഡ് കൊടുക്കുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയൽ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ഓപ്പൺ, എന്നിട്ട് എന്ത് ചെയ്യുക, ചൂസ് കൊടുക്കുക. അപ്പോൾ അവിടെ ഉബുണ്ടു ലൈവ് സെർവർ ഡിസ്ക് വന്നു. ഓക്കെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിനകത്ത് നോർമൽ സ്റ്റാർട്ടും ഹെഡ്ലെസ് സ്റ്റാർട്ടും ഡിറ്റാച്ചബിൾ സ്റ്റാർട്ടും ഉണ്ട്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ നോക്കാം. ഇത് ഒറാക്കിളിന് സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ്. നോർമൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ മിഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും ഇവിടുന്ന്. എന്നിട്ട് ഒരു മിഷൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും, കണ്ടില്ലേ, ട്രൈ വിൻഡോസ് ഉബുണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു മിഷൻ, നിങ്ങളൊരു സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയോ, എൻ്റെ മിഷൻ പവർ ഓഫ് ചെയ്യോ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യരുത്. എനിക്ക് ആ മിഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. സോ നോർമൽ സ്റ്റാർട്ടിന് ആ വിൻഡോ മസ്റ്റാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നോർമൽ സ്റ്റാർട്ട് ചെയ്താൽ അത് വർക്ക് ചെയ്യുള്ളൂ. ഹെഡ്ലെസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾ വിൻഡോ ഒന്നും കാണില്ല. നോർമൽ കറക്റ്റാണെങ്കിൽ അതാണ്. ഓക്കെ, മെഷീൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് എന്തില്ല, വർക്ക് ചെയ്യാൻ നിങ്ങൾക്കൊരു മിഷൻ ഒരു വിൻഡോ ഒന്നും ഇല്ല. അതാണ് ഹെഡിൽ. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോ ഒന്നും തുറന്നു വയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ പല കാര്യത്തിനും മെഷീൻ ഉപയോഗിക്കുന്നതാണ്. അതിന് ബാക്ക് എൻഡിൽ ഇത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹെഡ്ലെസ് സ്റ്റാർട്ട് കൊടുത്താൽ മതി. സോ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്, അഗെയിൻ പവർ ഓഫ് ചെയ്തു. ഇനി എന്താണ് ഡിറ്റാച്ചബിൾ സ്റ്റാർട്ട്? ഡിറ്റാച്ചബിൾ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾക്ക് ഒരു വിൻഡോ അവിടെ കിട്ടും. സോ സ്റ്റാർട്ടിങ് മെഷീൻ ഒരു വിൻഡോ തുറന്നു വന്നു. ഈ വിൻഡോ നിങ്ങൾ ക്ലോസ് ചെയ്താലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. എവിടെ നമ്മൾ ഉബുണ്ടുവിലെ പിക്ചർ അവിടെ കാണാനില്ലല്ലോ. ഓക്കെ, ക്യാപ്ചർ കൺട്രോൾ ആൾട്ട് മൗസ് ഇതിൽ ക്യാപ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഒരു ബട്ടൺ ഉണ്ട്, എനിക്ക് തോന്നുന്നത് കൺട്രോൾ ആരോ കീസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് കൺട്രോൾ ആരോ കീ ആണ്. കൺട്രോൾ ഏതൊരു ആരോ കീ അടിച്ചാൽ അപ്പോൾ നമ്മളിവിടെ മെഷീൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇതിൽ വരാത്ത എന്താണെന്നുള്ളത് എനിക്കും വലിയ പിടിയില്ല, അത് എന്തോ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂ കണ്ടില്ലേ, ഓക്കെ ഇത് വന്നു. എന്തോ ഗ്രാഫിക്കൽ ഇഷ്യൂ ആയിരുന്നു, അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും വന്നോളൂ. അപ്പോൾ ഞാൻ നമുക്ക് എന്താണ് ഈ ഹെഡ്ലെസ് സ്റ്റാർട്ടിനകത്ത് നമുക്ക് വേണം എന്ത് ചെയ്യാം, വിൻഡോ വെച്ച് ഉപയോഗിക്കാം. ഇനി അല്ല നമ്മൾ വിൻഡോ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ റണ്ണിങ് ഇൻ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ കൊടുക്കാം, സേവ് കൊടുക്കാം, സെൻഡ് ദ ഷട്ട് ഡൗൺ സിഗ്നൽ കൊടുക്കാം, പവർ ഓഫ് ദ മെഷീൻ കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എഗെയിൻ ഞാൻ എന്ത് ചെയ്യാണ്, നോർമൽ സ്റ്റാർട്ടറിന് കൊടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ മിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട്, അപ്പോൾ വിൻഡോസ് മിഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. 4-5 GB ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ട്രൈ ഓർ ഇൻസ്റ്റാൾ കൊണ്ട് കൊടുക്കാം. തൽക്കാലം ട്രയൽ വെക്കാം. ഇത് നോർമലായിട്ടൊരു മെഷീൻ എങ്ങനെയാണോ ബൂട്ട് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ അത് വരും. മൗസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ കണക്റ്റഡ് ആവും. പിന്നെ നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ കൺട്രോൾ ലെഫ്റ്റ് ആരോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സീപ്പൻ ഓക്കെ, അത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നിങ്ങൾ മൗസ് തപ്പിയെ കാണൂല. മൗസ് അവിടെ ഈ VM-നകത്ത് ക്ലിക്ക് ചെയ്താൽ VM-ൻ്റെ ഉള്ളിലേക്ക് അത് ഇൻ്റഗ്രേറ്റ് ആയി പോകും. പിന്നെ നമുക്ക് പുറത്തേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൺട്രോൾ റൈറ്റോ ലെഫ്റ്റോ ആരോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ വിൻഡോസ് അല്ലാത്തതുകൊണ്ട് നമുക്കിത് കാണിച്ചു തരാൻ പറ്റില്ല. സോ ഉബുണ്ടു സെർവർ ഇപ്പോൾ ഓപ്പൺ ആവും, കണക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എൻ്റെ യൂഷ്വൽ സെറ്റിങ്സ് ഒക്കെ വരികയാണ്. ഇത് ഇൻസ്റ്റലേഷൻ സെറ്റിങ്സ് ആണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഈ രീതി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ്, കീബോർഡ് നമുക്ക് ഇംഗ്ലീഷ് കീബോർഡ് തന്നെ സെലക്ട് ചെയ്യാം. ഉബുണ്ടു സെർവർ മിനിമൽ, ഓക്കെ മിനിമൽ സെർവർ ചെയ്യുന്നതായിരിക്കും നല്ല. മിനിമൈസ്ഡ് സ്മോൾ ഓൺലൈൻ മിനിമം ചെയ്യുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് ഇൻസ്റ്റലേഷൻ ആവുമല്ലോ, പ്രത്യേകിച്ച് വേറെ റിക്വയർമെൻറ്റ് ഒന്നുമില്ല. എന്തെങ്കിലും നമുക്കൊക്കെ ചെയ്യാം.
കണ്ടോ, ഇവിടെ നിങ്ങളൊരു വിർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ആയത് കണ്ടോ. അതെനിക്ക് മൗസ് കൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അവിടെയുള്ള മൗസ് വരില്ല ഇതിനകത്ത്. അവിടെ നിങ്ങൾക്ക് മുകളിൽ നെയിമിനകത്ത് കാണാൻ പറ്റും ENP0S3 എന്ന് പറഞ്ഞൊരു ETH ഒരു വിർച്വൽ നെറ്റ്വർക്ക് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഒരു DHCP IP ഇവിടെ വന്നിട്ടുണ്ടാവും. ഈ 10 റേഞ്ച് IP വരുന്നത്. മീൻസ് എൻ്റെ മിഷൻ്റെ IP അല്ല, നാറ്റഡ് നെറ്റ്വർക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ മോഡത്തിനകത്ത് നിന്ന് കിട്ടുന്ന നെറ്റ്വർക്ക് അല്ല ഇവിടെ വരുന്നത്, ട്രാൻസ്ലേഷനാണ് ഇവിടെ അതിന് വേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡണ്ണ് കൊടുക്കുക. ഇതേ കാര്യം നിങ്ങൾക്ക് വിൻഡോസിനകത്തും ചെയ്യാൻ പറ്റും. പ്രോക്സി അഡ്രസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഗൈൻ ഡണ്ണ് കൊടുത്തു. ഇവിടെ എനിക്ക് മൗസ് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇൻസ്റ്റലേഷന് വേണ്ടി ഞാൻ സ്പേസ് ബാർ ഉപയോഗിച്ചിട്ടാണ് ഡൺ അടിക്കുന്നത്. ടാബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പച്ച കളർ എവിടേക്കാണോ സ്വിച്ച് ചെയ്ത് കൊടുക്കാം, കണ്ടില്ലേ, പച്ച എനിക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കൊടുക്കാം. ആ സെലക്ഷൻ എവിടെയാണോ വരുന്നത് അവിടെ സ്പേസ് ബാർ അടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആയിക്കോളും. ഇപ്പം ഞാൻ ചുമ്മാ അവിടെ ഡണ്ണ് കൊടുക്കണം. എനിക്ക് മിറർ അഡ്രസ്സിലൊന്നും ചേഞ്ച് ചെയ്യാനില്ല. പിന്നെ എൻ്റയർ ഡിസ്ക് വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഒക്കെ ഞാൻ ടാബ് അടിച്ചിട്ട് വേണ്ട സ്ഥലത്ത് എത്തിച്ചു, സ്പേസ് ബാർ അടിച്ചിട്ട് സെലക്ട് ചെയ്തു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തന്നെ സെറ്റ് ചെയ്ത ഡിസ്കിൻ്റെ ഒരു ലേ ഔട്ടാണ്. ഇതൊക്കെ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ ജസ്റ്റ് ടാബ് ചെയ്യുക, ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചു, സ്പേസ് ബാർ അടിച്ചു. ഇത് ഓവർ റൈറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയാണ്. എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ ലോസ് ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂയിലേക്ക് ടാബ് ചെയ്ത് എത്തിച്ചിട്ട് അഗെയിൻ സ്പേസ് ബാർ അടിച്ചു. ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്, അഡ്മിൻ. സെർവർ നെയിം എന്താണ്, ഉബുണ്ടു സെർവർ. പിക്ക് യൂസർ നെയിം, അഗെയിൻ ഞാൻ അഡ്മിൻ എന്ന് പറഞ്ഞ യൂസർ നെയിം തന്നെയാണ്. അഡ്മിൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് ടാബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കോട്ടനെ തിരിച്ച് പോവാം. ഷിഫ്റ്റ് ടാബ്, FT യൂസർ എന്ന് കൊടുത്തു, യൂസർ നെയിം. ചൂസ് എ പാസ്വേഡ് 123, അഗെയിൻ കൺഫേം യുവർ പാസ്വേഡ് 123, ഡൺ. പ്രോ തൽക്കാലം ആവശ്യമില്ല, പ്രോക്ക് ലൈസൻസ് വേണം, പെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ്. സ്കിപ്പ് എന്നുള്ളിടത്താണ് ഓൾറെഡി ക്രോസ് ഉള്ളത്. ക്രോസ് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടോ, സ്പേസ് ബാർ അടിച്ചാൽ ആ ക്രോസ് അവിടേക്ക് വരും. അപ്പോൾ സ്പേസ് ബാർ അടിച്ച് കണ്ടിന്യൂ, അഗെയിൻ കണ്ടിന്യൂ കൊടുത്തു. ഇൻസ്റ്റാൾ ഓപ്പൺ SSH സെർവർ കിടന്നോട്ടെ, അവിടെ സ്പേസ് അയച്ചു. ഓതറൈസ്ഡ് കീസ് ഒന്നും വേണ്ട, ഡണ്ണ് കൊടുത്തു. എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ നിങ്ങൾക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അഗെയിൻ ഡണ്ണ് കൊടുത്തു. ഇനി ഇൻസ്റ്റലേഷനാണ്. വൺസ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ എങ്ങനെയാണോ എൻ്റെ സിസ്റ്റത്തിനകത്ത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് അതേ കണ്ടീഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മെഷീൻ വിർച്വൽ മെഷീനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സ്, ഇപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ വിർച്വൽ ബോക്സിനകത്ത് ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു വിൻഡോസ് 10ൻ്റെ മെഷീനും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ചെയ്ത് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പം നമുക്ക് നാറ്റഡ് ഗേറ്റ് വേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഒരു സെറ്റിങ്സ് കൂടെ ഇതിലെവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ അവർ മാറ്റിയിട്ട് VMനകത്തേക്ക് ആയെന്ന് തോന്നുന്നു. നമുക്ക് പുറത്തുനിന്നും നെറ്റ്വർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ സെറ്റിങ്സ് ഒക്കെ ഇപ്പോൾ അവർ കുറേ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതുപോലെ സെർവറിൻ്റെ മെട്രിക്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. CPU യൂട്ടിലൈസേഷൻ, മെമ്മറി, അങ്ങനത്തെ കാര്യം, CPU ലോഡൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് അഡീഷൻ എന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. അതിവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ എന്ന് കണ്ടില്ലേ, ഇവിടെ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യുന്ന ഈ ഒറാക്കിളിൻ്റെ ഡൗൺലോഡ് സെൻറ്റർ നിങ്ങൾക്ക് എടുത്തെടുക്കുക. കണ്ടില്ലേ, വിർച്വൽ ബോക്സ് എക്സ്റ്റൻഷൻ പാക്ക് എന്നുള്ള സാധനമുണ്ട്. ചെറിയ ഫയലാണ്. ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം കേപ്പബിലിറ്റി നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആക്സെപ്റ്റ് ആൻഡ് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ പാക്കേജാണ്. ഓവർ എത്ര GB സൈസ് വരുന്നുണ്ട് നോക്കണം. ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് കംപ്ലീറ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നു 19 MB ഉള്ളതെന്ന് തോന്നുന്നു. ചെറിയൊരു സൈസുള്ള ഫയലാണത്. സോ അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മൊത്തം കപ്പാസിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ ഇൻസ്റ്റലേഷൻ എവിടെ വരെയായി? സോ ഇൻസ്റ്റലേഷൻ, കേർണൽ ഇൻസ്റ്റലേഷൻ തന്നെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്.
ഓക്കെ, നമ്മൾ ഇത്രയും നേരം ഈ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്കിത് ക്ലിയർ ചെയ്യാം. 50 MB ഒന്നുമില്ല, ആകെ 21 MB ഉള്ളൂ. സോറി, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ചുമ്മാ ഇതിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ഇവിടെ ഇത് എവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ടൂൾസിനകത്ത് ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെൽക്കം, ഇതാണ് നമ്മൾ സാധാരണ വരുന്ന വിൻഡോ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ എക്സ്റ്റൻഷൻ പാക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക. അല്ലെങ്കിൽ ചുമ്മാ അത് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഇൻസ്റ്റാൾ അടിച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവും. ഇത് നമ്മൾ ചുമ്മാ താഴെ വരെ വായിച്ചു നോക്കണം, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അതവിടെ ആഡായി. സോ അതിൻ്റെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ എനേബിൾ ആയിട്ടുണ്ടാവും. ആക്ടിവിറ്റി ഇത് ഒന്ന് വീണ്ടും ഓൺ ചെയ്താലൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, കാരണം ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ മെഷീൻ ഈ സർവീസൊക്കെ ഇപ്പോഴും ഓൾറെഡി റണ്ണിങ്ങിൽ, ഇപ്പോൾ ആ പാക്ക് ഇല്ലാതെ റൺ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ നടക്കുന്നതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഇങ്ങ് പോട്ടെ. അടുത്ത പ്രാവശ്യം നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വർക്ക് ചെയ്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പോലെ നെറ്റ്വർക്കൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെറ്റ്വർക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്താലും ഇത് എഫക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഒറിജിനൽ നെറ്റ്വർക്ക് ആക്കിയാലും ഇപ്പോൾ കണ്ടില്ല, എൻ്റെ മെഷീൻ്റെ അതുള്ള നെറ്റ്വർക്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടല്ലേ, റിയൽ ടെക്, അതിൽ എൻ്റെ വൈഫൈ അഡാപ്റ്റർ. ഇത് VPN ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നൊരു അഡീഷണൽ അഡാപ്റ്റർ, വിർച്വൽ അഡാപ്റ്ററാണ്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റിങ്സ് എനിക്ക് എന്താണ് ഇതിൽ പോസിബിൾ ആണ്. ഓക്കെ, എൻ്റെ മെഷീൻ്റെ അഡാപ്റ്റർ നേരിട്ട് എന്ത് ചെയ്യാം, ഈ VM ആയിട്ട് കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത്, ഈ ഒരു വിർച്വൽ മെഷീനായിട്ട് കൂടെ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഞാൻ സെലക്ട് ചെയ്യാതിരുന്നത്, അത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇൻ്റർനെറ്റ് കട്ടാവും, നമ്മളെ കോളും കാര്യങ്ങളൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിപ്പോൾ. സോ നേരിടായിട്ട് കീപ്പ് ചെയ്യാണ്. നമുക്ക് ബ്രിഡ്ജ് ആക്കണമെങ്കിൽ ചുമ്മാ എന്ത് ചെയ്താൽ ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഇവിടെ VMൻ്റെ സെറ്റിങ്സ് പോവുക, ചുമ്മാ VM സെലക്ട് ചെയ്യുക. സോറി, ഡിസ്കാർഡ് ചേഞ്ചസ്. ഓക്കെ, VM ചുമ്മാ സെലക്ട് ചെയ്യുക, അതിന് ഈ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സോറി, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ്. VMൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ്. നെറ്റ്വർക്കിനകത്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അഡാപ്റ്റർ എന്നുള്ളത് നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം, നെറ്റ് എന്നുള്ളത് ബ്രിഡ്ജാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ നെറ്റ്, ഇപ്പോൾ വൈഫൈ ഉപയോഗിച്ചാണ് വൈഫൈ അഡാപ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കേബിൾ കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളെ സിസ്റ്റത്തിൽ നെറ്റ് എടുക്കുന്നതെങ്കിൽ കേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും, നേരെ VM ഇതുമായിട്ട് കണക്ട് ആയിക്കോളും. ഓക്കെ, നമ്മൾ ഇനി ഇതിൽ കാണാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ മെഷീൻ്റെ ഫയൽസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. ഉബുണ്ടു സെർവർ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. അതിനകത്ത് ലോഗ് ഫയൽ നമ്മൾ പറഞ്ഞ പോലെ .log എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് വിർച്വൽ ബോക്സിനകത്ത് ലോഗ് ഫയൽ സേവ് ആവുന്നത്. പിന്നെ അതുപോലെ VBox എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫയൽ ഫോർമാറ്റ്. ഹാർഡ് ഡിസ്കിൻ്റെ ഫയലാണ് അത്. അതിൻ്റെ ഫോർമാറ്റ് .VBox ആണ്. പിന്നെ ഇത് ഹാർഡ് ഡിസ്കിൻ്റെ ഫയൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഫയലാണ്. പിന്നെ അതുപോലെ ഇത് ഉബുണ്ടു ഇത് VBox എന്ന് പറയുന്നത് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഫയലാണ് വിർച്വൽ ബോക്സിൻ്റെ. ഇതിൻ്റെ VDI എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിൻ്റെ ഫയലാണ്. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ കാണാം, ഇൻസ്റ്റാൾ ചെയ്ത് 3 GB വരെ എത്തിയത്. 4 MB എങ്ങാണ്ടാണ് ക്രിയേറ്റ് ആവുക, 3 GB വരെ എത്തി. അപ്പോൾ യൂസേജിനനുസരിച്ച് എന്ത് ചെയ്യും, ആ സൈസ് എക്സ്പാൻഡ് ചെയ്ത് പോകും. ബാക്കി ലോഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സേവ് ആവുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് റീബൂട്ട് ആവും, മുകളിൽ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് റീബൂട്ട് ആവും എന്ന് പറഞ്ഞിട്ടൊന്നു റീബൂട്ട് കൊടുക്കുകയാണ്. നമ്മൾ റീബൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ CD-ROM നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡിസ്ക് ഇന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റാച്ച് ആയി പോകും. അത് എററൊക്കെ അടിച്ചാലും പോയില്ല എന്നൊക്കെ പറഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ടുണ്ടാവും. കാരണം അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ചുമ്മാ എൻ്റർ അടിക്കാൻ പറയുന്നുണ്ട്. നമ്മൾ എൻ്റർ അടിച്ചാൽ റീസ്റ്റാർട്ട് ആവും. ഡിസ്ക് റിമൂവ് ചെയ്തിട്ട് എൻ്റർ അടിക്കാനാണ് പറയുന്നത്. സോ നമ്മൾ ഡിസ്ക് ഓൾറെഡി റിമൂവ് ആയതുകൊണ്ട് നമ്മൾ ചുമ്മാ എൻ്റർ കീ അടിച്ചു, അത് റീസ്റ്റാർട്ട് ആയി. ഓക്കെ, ഇതാ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. ലോഗിനൊക്കെ ഓൾറെഡി വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ കൊടുത്തു നോക്കാം. നമ്മളെ യൂസർ നെയിം എന്തായിരുന്നു, FT യൂസർ ആയിരുന്നു പേര്, 123 അതിൻ്റെ പാസ്വേഡ്. ഓക്കെ, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ലോഗിനായി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സ്യൂഡോ ഇത് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലേറ്റർ ക്ലാസ്സിലൊക്കെ അത് പഠിക്കാം. റൂട്ടായിട്ട് സ്വിച്ച് ചെയ്തു, APT അപ്ഡേറ്റ്, പാക്കേജ് അപ്ഡേറ്റർ ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, എൻ്റെ മെഷീനിലുള്ള നെറ്റ് ചെയ്തിട്ടുണ്ട്, NAT ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഷെയർ ആയിട്ടുണ്ട്.